ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. കുറേ അധികം കാര്യങ്ങൾ, അതായത് സ്വിംഗ് ട്രേഡിനെ പറ്റി പറയുന്നതിന് മുന്നേ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. വളരെ പീസ്ഫുള്ളായിട്ട് പേഷ്യൻസോടെ ഇരുന്ന് ഇത് കാണുക. കാരണം എല്ലാവർക്കും പറ്റുന്ന കുറേയധികം മിസ്റ്റേക്കുകളും ഈ സ്വിങ്ങിൽ വളരെയധികം നോട്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സാധാരണക്കാർ ഇഗ്നോർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. സോ തീർച്ചയായിട്ടും ഇത് കാണുക. ഇപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വിംഗ് ട്രേഡ് എന്ന് ഇനി അറിയാത്തവർക്ക് ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ഗെയിൻ, ആ സ്റ്റോക്കിൽ വരുന്ന പ്രൈസ് മൂവ്മെൻറ്റ്, ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുമ്പം ഒരു ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മീഡിയം ടൈമിലേക്കോ നമ്മളൊരു എൻട്രി, ഒരു പൊസിഷൻ എടുത്തു. അതിനുശേഷം ആ മൂവ്മെൻറ്റ് ഒരു ഹൈക്ക് കിട്ടുമ്പം അതിൻ്റെ പ്രൈസ് കയറി ഒരു കുറച്ച് നാളിനകത്ത് ശേഷം മേ ബി ഈ സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ സെല്ല് ചെയ്യാം, നെക്സ്റ്റ് വീക്ക് സെല്ല് ചെയ്യാം, 1 മന്തോ 6 മന്ത്സോ ഒക്കെ സ്വിംഗ് ഹോൾഡ് ചെയ്യാം, 1 ഇയർ. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്തതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ, അതൊരു വാല്യൂ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓവർ ദ പീരീഡ് ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് എന്നുള്ളതാണ്. അപ്പം ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പ്രോപ്പർലി ട്രാക്ക് ചെയ്യേണ്ട കൂടി ആവശ്യം വരുന്നുണ്ട്. ലോങ് ടേമിലേക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് അവരുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് ലോങ് ടേം ഓവർ ഇയേഴ്സ് ലൈക്ക് 5 ഇയേഴ്സ് 10 ഇയേഴ്സ് അങ്ങനെ വലിയൊരു ഹൊറൈസൺ ആയിരിക്കും അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിങ് കഴിയുമ്പോഴത്തേക്ക് അതിൽ നമ്പർ ഓഫ് വലിയ റിട്ടേൺസ് വരും. അതിൽ നിന്ന് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് രീതി. ബട്ട് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലുള്ളപ്പം അവരതിലൊരു പൊസിഷൻ എടുക്കും. ഒരു ക്യാപിറ്റലിനനുസരിച്ചിട്ട് കുറച്ച് പൊസിഷൻ എടുത്തിട്ട് ഒരു കുറച്ച് വീക്സ് കഴിയുമ്പം അതിൻ്റെ പ്രൈസിന് ഒരു അപ്വേർഡ്സ് നല്ല ഫ്ലക്ച്വേഷൻ വരുവാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്വിംഗ് ട്രേഡിങ്ങിനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഈ സ്വിംഗ് ട്രേഡിലേക്ക് എങ്ങനെ ആളുകൾ എത്തിപ്പെടുന്നു? അതായത് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, കാരണം അവർ ഓവർ ദ ടൈം ഇത് ചെയ്ത് അവർ എക്സ്പീരിയൻസ്, അവർക്ക് എങ്ങനെ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാം, എക്സിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. ബട്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, അല്ലെങ്കിൽ അവർ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വിംഗ് ട്രേഡിൽ. അപ്പം നമ്മൾ ഈ സ്ട്രീക്ക് പോലുള്ള ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് വളരെ പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് സ്വിംഗ് ട്രേഡ്സ് എടുക്കാം. പക്ഷേ ഒരു സ്വിങ്ങിൻ്റെ ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ പർപ്പസ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട്, അതായത് നല്ല സ്വിങ് ട്രേഡുകൾ എടുത്ത് മാത്രം കൺസിസ്റ്റൻ്റ്ലി നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ റിസ്ക്കിയാണ്. ഇൻട്രാഡേ ഒരു കറക്റ്റായിട്ട് നമ്മുടെ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ഇൻട്രാഡേ ട്രേഡ്സിൽ നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ സൈസിങ്ങും ഡിസിപ്ലിനും ഒക്കെ ആയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു പാസീവ് ഇൻകം പാരലലി കുറച്ച് പീരീഡിലേക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ റിസ്ക്കും കൂടുതലാണ്. സ്വിംഗ് ട്രേഡിൽ റിസ്ക് ഇല്ല എന്നുള്ളതല്ല, ബട്ട് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിനോടെ ഒരു സ്വിംഗ് ട്രേഡ്സ്, ഒരു ട്രേഡിംഗ് അപ്രോച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡാണ് ശരിക്കും ഏറ്റവും ബെറ്റർ. ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡിലൂടെ പറ്റും. അപ്പോൾ ഈ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ആളുകൾ സ്വിംഗ് ട്രേഡിനകത്ത് അവർ മിസ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ ആദ്യമേ പറയാം. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഹൗ ടു സെലക്ട് എ സ്റ്റോക്ക് ഫോർ സ്വിംഗ് ട്രേഡ്. അപ്പം ഈ ട്രേഡേഴ്സ്, അതായത് സ്വിംഗ് ട്രേഡിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന എങ്ങനെ, ബിസിനസ് ഈ ബിഗിനേഴ്സ് വരും, അല്ലെങ്കിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ആദ്യം പെട്ടെന്ന് തന്നെ ഗ്രീഡാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം. അപ്പം ഗ്രീഡൊക്കെ കാരണം പെട്ടെന്ന് ഇൻകം ജനറേറ്റ് ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ തന്നെ റിച്ച് ആവാം, നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ മേ ബി ഇൻ എ മന്ത് ഓർ ലൈക്ക് ഫ്യൂ മന്ത്സിനകത്ത് എനിക്ക് സെറ്റിൽ ആവണം, ഇതാണെന്ന് കരുതി കുറച്ച് ഇൻട്രാഡേ ട്രേഡ്സ് എടുത്ത് തുടങ്ങും. ആദ്യം കുറച്ച് പ്രോഫിറ്റബിൾ ആയിരിക്കും, നെക്സ്റ്റ് ഡേ തൊട്ട് ലോസ് വരും, ലോസ് ബുക്ക് ചെയ്യും. അങ്ങനെ ലോസ് ബുക്ക് ചെയ്ത് കുറച്ച് ക്യാപിറ്റൽ പോയി കഴിയുമ്പം ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെ അവരുടെ ട്രേഡിംഗ് ഗ്രൂപ്പ്സിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ കണ്ട് അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞിട്ട് അവർക്കൊരു ഇംപ്രഷൻ കിട്ടും. അതായത് സ്വിംഗ് ട്രേഡാണ് കമ്പാരിറ്റീവ്ലി സേഫ്, ഇൻട്രാഡേക്കാളും റിസ്ക് കുറവാണ്,
അപ്പം റിസ്ക് ഇല്ല എന്നുള്ള മൈൻഡ് സെറ്റോട് തന്നെയാണ് ഈ സ്വിങ്ങിനെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം എന്താ ചെയ്യുന്നത്, ക്യാപിറ്റലിൻ്റെ ഒരു നല്ല പെർസെൻറ്റേജ് 100% ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് വാങ്ങിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഹൗ ടു സെലക്ട് എ സ്റ്റോക്ക് ഫോർ സ്വിംഗ് ട്രേഡ്? അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കാം. അപ്പം ആ രീതിയിൽ അതിനൊരു ഡൗൺ ട്രെൻഡിലായിരിക്കും ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വില കുറഞ്ഞിരിക്കുമായിരിക്കും, മേ ബി മന്ത്ലി ലോയോ അല്ലെങ്കിൽ ഇയർലി ലോയോ അല്ലെങ്കിൽ വലിയൊരു പീരീഡിലേക്കുള്ള ഏറ്റവും ലോയിലായിരിക്കും പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു ഇംപ്രഷൻ, അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ നിന്ന് സ്റ്റോക്ക് താഴെ പോകില്ല. അപ്പോൾ അവിടെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ്, സ്വിംഗ് എൻട്രി എടുക്കാൻ പറ്റിയ ടൈമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ വരും, 1-2 മെസ്സേജൊക്കെ അയക്കും, ഓക്കെ ഇതിപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന ടൈമാണോ, ഓക്കെ. അപ്പോൾ അതിനേക്കാളും അത്ര തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരിക്കും അതിന് റിപ്ലൈ ചെയ്യുന്നത്, യാ ബെസ്റ്റ് ടൈം, ഇത് കയറും, നാളെ ഈ സ്റ്റോക്ക് കയറും. ഏതെങ്കിലും സ്റ്റോക്ക് ആയിക്കോട്ടെ, എക്സാമ്പിൾ അത് സ്ട്രോങ് ട്രേഡ്, ഒരു പക്ഷേ അത് കയറാം. പക്ഷേ ഈ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ ശരിക്കും ആളുകൾ മിസ് ഔട്ടായി പോകുന്ന കാര്യങ്ങൾ, അതായത് ഈ സ്റ്റോക്ക് ഏത് ലെവൽ വരെ താഴെ പോകും എന്നുള്ളതിനെ പറ്റി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. കാരണം ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സൈഡ് വരെ പോകാം. മാർക്കറ്റിൻ്റെ ഒരു രീതി അതാണ്, മാർക്കറ്റിൻ്റെ ഒരു വേസ്റ്റ് സൈഡ് അതാണ്. മറ്റൊരു ബിസിനസ്സിനെയും പോലെയല്ല. ഒരു സ്റ്റോക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ അതിന് നെഗറ്റീവ് ന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മാർക്കറ്റ് കണ്ടീഷനിലായിക്കോട്ടെ, ആളുകൾ പാനിക് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനൊരു സപ്പോർട്ട് ലെവൽ ഇല്ല. ആ സ്റ്റോക്ക് എവിടെ വന്ന് നിൽക്കുന്നു അതാണ് സപ്പോർട്ട് ലെവൽ. ബട്ട് ആളുകളുടെ ഒരു കൺസേൺ ഇതാണ് സപ്പോർട്ട് ലെവൽ, ഇതിന് താഴെ പോകില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്റ്റോക്ക് എവിടെ വന്ന് ഫോളോ നിൽക്കുന്നു, അവിടെ നിന്ന് ആ സ്റ്റോക്ക് തിരിച്ചു കയറുന്നു, വീണ്ടും ബൈയിങ് ആക്ടിവിറ്റി തുടങ്ങി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് തിരിച്ച് മൂവ് ചെയ്യുന്നു, അവിടെയാണ് ഒരു സപ്പോർട്ട് ലെവൽ ക്രിയേറ്റ് ആവുന്നത്. അല്ലാതെ സപ്പോർട്ട് ലെവൽ സ്റ്റോക്ക് ആളുകൾ പാനിക് സെല്ലിങ് കടന്ന് ഡൗൺ ട്രെൻഡിൽ കിടക്കുന്ന സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോയി ഈ സപ്പോർട്ട് ലൈൻ കണ്ടിട്ട് ആ സപ്പോർട്ട് ലൈനിൽ കണ്ട് പേടിച്ച് ഇനി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് കരുതി ആളുകൾ സെല്ലിങ് നിർത്തിയിട്ട് പ്രൈസ് അവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്ത് മേളിലോട്ട് കയറുന്നതല്ല പ്രോസസ്സ്. സപ്പോർട്ട് ലെവൽ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല. ഒരു ആക്ടിവിറ്റി അവിടെ സ്റ്റോപ്പ് ആവുമ്പോൾ ആ സ്റ്റോപ്പ് അവിടുന്ന് വീണ്ടും ബൈയിങ് ആക്ടിവിറ്റി തുടങ്ങി പ്രൈസ് റീബൗണ്ട് ചെയ്ത് കയറുന്ന പോയിന്റ് ആണ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രൈസിനെയാണ് ചാർട്ട് ഫോളോ ചെയ്യുന്നത്. പ്രൈസാണ് ആദ്യം, ആ ആക്ടിവിറ്റിയാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം അവിടെ എന്നിട്ടാണ് ആ ക്യാൻഡിൽസ് ഫോം ആവുന്നത്. അതിനനുസരിച്ചാണ് ചാർട്ട് വരുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കുമ്പം, ഒരു സ്വിംഗ് ട്രേഡ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും ബോട്ടം ലെവലിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പ്രൈസ് പോകുന്നു, ഓക്കെ താഴെ ഇവിടെ ഒരു എൻട്രി എടുക്കാമായിരുന്നു, അവിടുന്ന് സെല്ല് ചെയ്യാമായിരുന്നു, അതൊക്കെ നമുക്ക് ചാർട്ടിൽ കാണുമ്പോൾ തോന്നും. ബട്ട് പ്രാക്ടിക്കലി അങ്ങനെയല്ല നടക്കുന്നത്. അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത്. നമുക്ക് സ്കാനേഴ്സ് ഉണ്ട്, അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് സ്വിങ്ങിന് നല്ല മൊമെൻ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരുപാട് സ്കാനേഴ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് സ്റ്റോക്സ് കണ്ടുപിടിക്കാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് കാണിക്കാം, സ്ട്രൈക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കിനെ ലല്ല സ്വിംഗ് എൻട്രി എടുക്കുന്നത്. അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ ഒരു സ്റ്റോക്ക് നിൽക്കുമ്പോൾ ഈ സ്റ്റോക്ക് തിരിച്ചു കയറും എന്നുള്ള എക്സ്പെക്റ്റേഷനിലല്ല സ്വിംഗ് എൻട്രി എടുക്കേണ്ടത്. ആ സ്റ്റോക്ക് തിരിച്ച് കയറി കഴിഞ്ഞതിന് ശേഷം, കയറി ആ പ്രൈസ് പീക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് അപ്പർ സർക്യൂട്ട് ചെയ്യുന്ന ഒരു എൻട്രി എടുക്കാനല്ല, അത് തിരിച്ച് അതിൻ്റെ ഡൗൺ ട്രെൻഡ് മാറി തിരിച്ച് അപ് ട്രെൻഡിലേക്ക് എത്തി സ്റ്റോക്ക് തിരിച്ച് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളൊരു എൻട്രി എടുക്കുക. എന്നിട്ട് ആ മൊമെൻറ്റത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, അതിങ്ങനെ എൻജോയ് ചെയ്യുക. ആ പൊസിഷൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഒക്കെ വരുമ്പം അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്ട്രൈക്ക് യൂസ് ചെയ്തിട്ടാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്യുക. അവിടെയാണ് വെൻ ടു എക്സിറ്റ് എ പൊസിഷൻ, നെക്സ്റ്റ് പോയിന്റ്. അതായത് ഈ സ്വിംഗ് ട്രേഡേഴ്സ് വരുമ്പോൾ അവർ ഇതേപോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് കണ്ടിട്ട് ഓടി കുറച്ച് സ്റ്റോക്കുകൾ ക്യാപിറ്റൽ വെച്ചിട്ട് കുറച്ചധികം സ്റ്റോക്കുകൾ അങ്ങ് വാങ്ങും. ലോ പ്രൈസിലായിരിക്കും വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് പ്രൈസ് മേളോട്ടോ താഴോട്ടോ ഒക്കെ പോവാം. അത് ഈ പറഞ്ഞ ലെവലുകളും ഈ അയച്ച ആളുകളുടെ മെസ്സേജ് ഇതൊന്നും അല്ല റെസ്പെക്ട് ചെയ്യുന്നത്. അത് അതിൻ്റെതായ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ലോസ് പൊസിഷൻ ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഈ എൻട്രി എടുത്ത ആൾക്ക് അറിയില്ല ഇത് എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്ന്. അപ്പം വീണ്ടും ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്ന് ചോദിക്കും, ഞാൻ ഇത്ര സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എക്സിറ്റ് ചെയ്യണോ, ഹോൾഡ് ചെയ്യണോ, എക്സിറ്റ് ചെയ്യണോ? അപ്പം എക്സ്പേർട്സ് എന്ന് വിചാരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈവൻ
ഞാനും ഒരു ബിഗിനറായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ ഹെൽപ്പുകൾ ചോദിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്, അതൊരു നോർമൽ പ്രാക്ടീസാണ്. ആ ഒരു സൈക്കിൾ ഇങ്ങനെ തന്നെ നടക്കൂ. ഇനി എത്ര ആളുകൾ വന്നാലും പുതിയതായിട്ട് ട്രേഡിങ് വരുന്നവരുടെ സാധാരണ നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ അവൻ്റെ ഇമോഷൻസ് വർക്കൗട്ട് ആയിട്ട് ഈ രീതിയിൽ തന്നെ ചോദിക്കും. കാരണം ഞാനും ചോദിച്ചിട്ടുണ്ട്, ഞാനും അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു എക്സ്പേർട്ടിന് മാർക്കറ്റിൽ അങ്ങനെ എക്സ്പേർട്ട് എന്നുള്ളതില്ല. എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ആർക്കും ഒരു 100% ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സിറ്റ് ആ പോയിന്റിൽ ഒക്കെ എക്സിറ്റ് ചെയ്തോ, പ്രോഫിറ്റ് പൊസിഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തോളാം പറഞ്ഞാലും അതിന് 50-50 ചാൻസേ ഉള്ളൂ. 50% ചിലപ്പോൾ അതിനുശേഷം ഒരു നല്ല അപ്വേർഡ്സ് റാലി കിട്ടും. അപ്പോൾ നല്ല കിട്ടേണ്ടിയിരുന്ന നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ ഷോർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈസ് റിവേഴ്സ് ചെയ്ത് ഡൗൺ ട്രെൻഡ് വരും. അപ്പോൾ ആ ആൾ പറഞ്ഞത് ശരിയാവും. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ അല്ല. അപ്പോൾ ആ എക്സിറ്റ് പൊസിഷൻ നമ്മൾ ഒരു സ്ട്രാറ്റജിക്കലി തന്നെ ഒരു സ്വിംഗ് ട്രേഡിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. എന്നിരുന്നാലേ നമുക്ക് ലോങ് ടേം ആ ഒരു സ്വിംഗ് എൻട്രിയിൽ നിന്ന് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ പറ്റൂ, എങ്കിലേ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ നെക്സ്റ്റ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൽ സ്വിംഗ് എൻട്രി എടുത്തു കഴിഞ്ഞ് ഈ സ്റ്റോക്ക് വീണ്ടും ഫോളോ ചെയ്യും. അപ്പോൾ ഓൾറെഡി തന്നെ സ്വിംഗ് എൻട്രി എടുത്തപ്പോൾ തന്നെ അവരുടെ ഡിസിഷൻ തെറ്റായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിൽ ഇരുന്ന സ്റ്റോക്ക് എൻട്രി എടുത്തു, വീണ്ടും താഴെ വരും. അപ്പോൾ എൻട്രി എടുക്കുന്ന പോയിന്റിൽ സ്വാഭാവികമായിട്ടും എക്സ്പെക്ടേഷൻ ആ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇനിയും പ്രൈസ് കുറയില്ല, ഇവിടുന്ന് തിരിച്ചു കയറും എന്നുള്ള എക്സ്പെക്ടേഷനിലാണല്ലോ എൻട്രി എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ പ്രൈസ് താഴോട്ട് പോവുക. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനും കാണില്ല. മേ ബി അവരുടെ കയ്യിൽ കുറച്ചുകൂടെ ക്യാപിറ്റൽ കാണും. അപ്പം ഒരു കാൽക്കുലേഷനും ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്തപ്പം പഴയ ചാർട്ടൊക്കെ നോക്കി ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ലെവലൊക്കെ നോക്കി, ഓക്കെ ഈ സപ്പോർട്ടിൽ നിന്ന് ഒരിക്കലും താഴെ വരില്ല എന്നുള്ള എക്സ്പെക്ടേഷനിൽ ഇരിക്കും. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പിലും സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ അല്ല ഇത്. കാരണം നമുക്കറിയില്ല ഒരു ഡൗൺ ട്രെൻഡ് പോകുന്ന സ്റ്റോക്ക് അത് ഏത് ലെവലിൽ വന്ന് നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രോബ്ലം കാരണം നമ്മൾ വീണ്ടും സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്ത് അത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന റിസ്ക് ഒരു പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റ്ലി ട്രാപ്പ് ആവും. അപ്പോൾ അതൊരു ഫുൾ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകാം, ഒരു ബാങ്ക്രപ്സി വരാം, അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ്. കാരണം ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ ഒരു ചാർട്ടിൽ. എല്ലാവർക്കും അറിയാവുന്നതാണ് DHFL സ്റ്റോക്ക്. DHFLൻ്റെ സ്റ്റോക്ക് അത് യെസ് ബാങ്ക് റിലേറ്റഡ് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഡൗൺഫോൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 2018 ഒക്കെ ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 2018 അതൊരു 660 അതായത് 650 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വിംഗ് ട്രേഡർ ഇപ്പം ഇവിടെ നിന്ന് ഒരു സ്വിംഗ് എൻട്രി എടുത്തു എന്നിരിക്കട്ടെ, ഒരു 625 ഒരു എൻട്രി എടുത്തു. ആ എൻട്രി എടുത്തിട്ട് അവർ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ പോയിന്റും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്യാം. കാരണം സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഈ ഇൻട്രാഡേ ട്രേഡിൽ മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്ട്രാറ്റജി അല്ല, വേറെ ഒന്നുമല്ല. ഒരു സ്ട്രാറ്റജിയും ഒരു ഇൻഡിക്കേറ്ററും ഒന്നുമല്ല, ഒരു റെക്കമെൻഡേഷനും അല്ല. സ്റ്റോക്ക് മാർക്കറ്റിങ്ങിലെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് ആണ് ശരിക്കും നമ്മളെ സേവ് ചെയ്യുന്നത്. നമ്മളുടെ റിസ്ക് പൊസിഷൻസ്, നമ്മളുടെ ഓരോ പൊസിഷൻസും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇൻഷുർ ചെയ്യണം. അത് ഈവൻ സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ പോലും. ഇൻട്രാഡേയിൽ 0.5% അല്ലെങ്കിൽ 1% ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പം സ്വിംഗ് ട്രേഡുകളിൽ 5% കുറച്ചും കൂടെ ക്യാപിറ്റൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തവർക്ക് മേ ബി 10% വരെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ദാറ്റ് ഡിപ്പെൻസ്. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. കാരണം ഒരു സ്റ്റോക്ക് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഒരു പക്ഷേ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് DHFLൻ്റെ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. DHFL ഇപ്പോൾ സപ്പോസ് 650 ലെവലിൽ ഒരു സ്വിംഗ് എൻട്രി എടുത്തു വന്നിരിക്കട്ടെ. പെട്ടെന്നൊരു ഷോർട്ട് ടൈം ഒരു അപ് ട്രെൻഡ് വരുന്ന സ്റ്റോക്കാണ്. അത് ഗെയിൻ കിട്ടിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് യെസ് ബാങ്ക് റിലേറ്റഡ് വലിയൊരു നെഗറ്റീവ് ന്യൂസ് വന്നു. നെഗറ്റീവ് ന്യൂസ് വന്നപ്പം ഓൾറെഡി ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്ന ആൾ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോയെങ്കിൽ അവർ ലക്കിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട് ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത്
പ്രൈസ് വീണുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും 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 ആവറേജ് ചെയ്ത് പൊസിഷൻസ് വലിയ ലോസിൽ വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ ഒരു സ്റ്റോക്ക് 650 ലെവലിൽ നിന്ന് പ്രൈസ് താഴെ വീണ് അത് 300 വന്നപ്പോൾ ഓൾമോസ്റ്റ് പകുതിയായി. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നേരെ പകുതിയായി. അപ്പം കുറച്ചും കൂടെ സ്റ്റോക്ക് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് അവർ ഒരു പക്ഷേ ആഡ് ചെയ്ത് ആവറേജ് ചെയ്തിട്ടുണ്ടാവും, തിരിച്ചു കയറും എന്നുള്ള മൈൻഡ് സെറ്റിൽ. അങ്ങനെ വീണ്ടും ആ സ്റ്റോക്ക് താഴെ പോയി 200 ആയി, 100 ആയി, 50 ആയി. ആ സ്റ്റോക്ക് വീണ്ടും ഡൗൺ ട്രെൻഡ് ആണ്. അപ്പം ഈ അന്തരത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് ഫുൾ ക്യാപിറ്റൽ പോയി. പിന്നെ അത് ട്രാപ്പായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതർ ഇത് തിരിച്ചു കയറി കുറച്ചെങ്കിലും വന്നു കഴിഞ്ഞാൽ, കാരണം ലോസ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സീൻ കഴിഞ്ഞു. ആ സിനാരിയോ ഭയങ്കര വേസ്റ്റായി. അങ്ങനെ സ്റ്റോക്ക് താഴെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഒരു സ്റ്റോക്ക് ഏത് ലെവല് വരെ പോകും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് എവിടെ വന്ന് നിൽക്കുന്നു അതാണ് സപ്പോർട്ട്. അതാണ് ശരിക്കും സപ്പോർട്ട് ലെവൽ. ആ സ്റ്റോക്ക് ഇന്ന് കറൻ്റ്ലി ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നത് നിയർലി 13 റുപ്പീസ്, 12.9 ട്രേഡ് ചെയ്യുന്നത്. അതാണ് സ്വിംഗ് ട്രേഡിലാണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ. കാരണം മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് വരും. മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് വന്ന് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷമായിരിക്കാം മാർക്കറ്റ് ബെയറിഷ് വ്യൂവിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പൊയ്ക്കോട്ടെ, ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നെക്സ്റ്റ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എയർടെലിൻ്റെ സ്റ്റോക്ക് കുറേ അധികം ആളുകൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. എയർടെൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് നിൽക്കുമായിരുന്നു. ഒരു 600 ലെവലൊക്കെ ക്രോസ് ചെയ്ത് പോയി 570 ആയി. അപ്പോൾ ഈ ചാർട്ട് നോക്കുന്നവർക്ക് ഇതെല്ലാം സ്വിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാങ്ങിക്കാം, അവരിവിടുന്ന് സെല്ല് ചെയ്യും, ഇവിടെ വീണ്ടും വാങ്ങിക്കും, ഇവിടുന്ന് സെല്ല് ചെയ്യും. അങ്ങനെ കുറച്ച് ട്രേഡുകളിൽ പ്രോഫിറ്റ് എടുത്തവരുണ്ടാകും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, അപ്പം മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരു 550 ലെവലിലൊക്കെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൈസ് റിവേഴ്സ് ചെയ്ത് കയറും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ എടുക്കും. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അവർ 5% സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 525 ലെവലിൽ ആ ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറാമായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷൻസ് സ്ട്രാറ്റജി, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് മാർക്കറ്റിൽ അങ്ങനെ നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ അവർ ഓപ്ഷൻസ് ഒരു പുട്ട് ഓപ്ഷനൊക്കെ വാങ്ങിച്ചിട്ട് ആ പൊസിഷൻ ഹെഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചേഴ്സിനെ ഷോർട്ട് ചെയ്തിട്ട് ആ ഒരു ഡൗൺ ട്രെൻഡ് അവർ ഹെഡ്ജ് ചെയ്തിട്ട് ആ താഴോട്ട് സ്റ്റോക്ക് പ്രൈസ് എത്ര പോകുന്നോ അത് അവർ പ്രോഫിറ്റാക്കി ആ ഷോർട്ട് ചെയ്ത പൊസിഷനെ പ്രോഫിറ്റ് ആക്കും, അല്ലെങ്കിൽ ആ പുട്ട് ഓപ്ഷനിൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അവർ ആ ലോസ് റിക്കവർ ചെയ്യും. അതല്ലാതെ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരിക്കലും ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമല്ല. കാരണം ഈ സ്റ്റോക്ക് തന്നെ ഇപ്പം വീണ് അതൊരു നിയർലി 100 റുപ്പീസിൽ താഴെ പോയി. 420 ലെവലിൽ ഇപ്പോൾ സ്ലൈറ്റ്ലി ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. മേ ബി ഇനി കമ്മിങ് ഡേയ്സിൽ അപ് ട്രെൻഡ് വരാം. അതൊരു മാർക്കറ്റ് എക്സ്പെക്ടേഷനാണ്, ആർക്കും അതൊരു 100% പറയാൻ പറ്റില്ല. അവിടെയാണ് ലോസ് വരുന്നത്. ഒരു പെട്ടെന്ന് സ്റ്റോക്കിൽ എൻ്റർ ചെയ്ത് ഒരു 1 വീക്കിലേക്ക് തന്നെ എവിടെന്നെങ്കിലും ക്യാപിറ്റൽ അറേഞ്ച് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാം എന്നുള്ള ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം 100 പോയിൻ്റൊക്കെ ആ സ്റ്റോക്ക് താഴെ പോകുക എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ബ്ലീഡിങ് റെഡ് ആയിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇമോഷണലി ഒരുപാട് ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള സിനാരിയോസ് ഒഴിവാക്കാൻ സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാന്നുള്ളത്. സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാതെ സ്വിംഗ് ട്രേഡുകളാണെങ്കിൽ പോലും ഓവർ ദ ടൈം എടുക്കുന്നവർ സ്വാഭാവികമായിട്ട് ഇൻട്രാഡേയുടെ പോലെ തന്നെ സെയിം റിസ്കിലാണ്. ഏതെങ്കിലും ഒരു സ്വിംഗ് എൻട്രി ഒരു പക്ഷേ റിവേഴ്സ് ആവും, ഒരിക്കലും തിരിച്ച് സ്വിംഗ് ബാക്ക് ചെയ്യില്ല. അവരുടെ പ്രൈസ് പോയിന്റിലേക്ക് അവർ എൻ്റർ ചെയ്ത ആ പോയിന്റിലേക്ക് ചിലപ്പോൾ ഒരിക്കലും വരില്ല, അല്ല ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം. അവിടെ ലിറ്ററലി ട്രാപ്പായി പോകും. അപ്പോൾ ഒരു ക്യാപിറ്റൽ അവിടെ ബ്ലോക്കായി കിടക്കുവാണെന്ന് പറയുന്നത് തന്നെ അതൊരു ലോസാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതായത് കീ നോട്ട്സ് എന്ന് പറയുന്നത്, ബൈ എ സ്റ്റോക്ക് ഓൺലി വെൻ ഇറ്റ് ഈസ് ആൻ അപ് ട്രെൻഡ്. സ്വിങ്ങിൽ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലുള്ളപ്പം മാത്രം ഒരു സ്വിങ്ങിൽ എൻട്രി എടുക്കുക. സ്വിങ് എന്നുള്ള മൈൻഡ് സെറ്റ് ലോങ് ടേം വാല്യൂ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, സ്വിങ് ട്രേഡ് ആണ്. ഷോർട്ട് ടേം അതിൻ്റെ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗെയിൻ എടുത്തിട്ട് പോകാനാണ് ഉദ്ദേശം എങ്കിൽ, ലോയിൽ കിടക്കുന്നതോ ഫോളിംഗ് ആയിട്ടുള്ള സ്റ്റോക്കിലോ എൻട്രി എടുക്കുന്നതിന് പകരം മാർക്കറ്റിൽ നിന്ന് സ്കാൻ ചെയ്ത് അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന്. ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക, ആ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം എൻജോയ് ചെയ്യുക, അതിൻ്റെ കൂടെ അപ് ട്രെൻഡ് എൻജോയ് ചെയ്ത് പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു റിവേഴ്സൽ വരുന്ന സ്പോട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്ത് സ്ട്രാറ്റജീസ് ഉണ്ട്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്ലിയർ ആയിട്ട്. ആ ഒരു റിവേഴ്സൽ പോയിന്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. വീണ്ടും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ പുതിയ എൻട്രി എടുക്കുക. ഓക്കെ, സോ നേരത്തെ പറഞ്ഞത് തന്നെ
നെവർ എൻ്റർ എ ഫോളിങ് സ്റ്റോക്ക്. കാരണം ഏത് എക്സ്റ്റെൻറ്റ് വരെ ആ സ്റ്റോക്ക് വീഴും എന്നുള്ള അറിയില്ല. DHFL ഒരു എക്സാമ്പിളാണ്. റീസെൻ്റ്ലി നടക്കുന്ന മാർക്കറ്റ് ക്രാഷിൽ ഉള്ള എല്ലാം, ഇപ്പോൾ കോവിഡ് സിറ്റുവേഷന് മുമ്പ്, ആ പാൻഡമിക് വരുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിലുള്ളവർ, ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർ എൻ്റർ ചെയ്ത സ്വിങ് പൊസിഷൻസൊക്കെ ആ മാർക്കറ്റ് ക്രാഷ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ 5% ലോസിലോ അല്ലെങ്കിൽ അന്നേരം അവരുടെ പൊസിഷനുള്ള ആ റിവേഴ്സിൽ വരുന്ന പോയിന്റിലോ നമ്മൾ ഈ സ്ട്രാറ്റജി പ്രകാരം പോലെ അന്നേരം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറിയാൽ അവർക്ക് പ്രശ്നമില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് ഒരു മാർക്കറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അവർ സ്റ്റേ ഇൻവെസ്റ്റഡ്. ഇപ്പോൾ ഒരു പ്രൈസ് എത്ര താഴെ പോയാലും ഒരു പരിധി വിട്ട് താഴെ പോകാത്തതെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ നിന്നും ആളുകൾ സെല്ല് ചെയ്യാത്തതും ആ പോയിന്റിൽ നിന്ന് ആളുകളിലും ബയേഴ്സ് ഇല്ലാത്തതും കൊണ്ടാണ്. അത് സെല്ല് ചെയ്യാൻ ആളുകൾ റെഡി അല്ലാത്തതുകൊണ്ടാണ് ആ പോയിന്റ് അവിടെ നിൽക്കുന്നത്. അവിടെ കൂടുതൽ ബയേഴ്സ് വരുമ്പോഴാണ് ആ പ്രൈസ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ട്, അല്ലേ? അപ്പം ആ ഒരു സാഹചര്യം മാർക്കറ്റിൽ, ആ ഒരു കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതിന് മുന്നേ മാർക്കറ്റിൻ്റെ ആ ബെയറിഷ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് റിവേഴ്സൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ പൊസിഷനിൽ എക്സിറ്റ് ചെയ്ത്, അതല്ലാതെ അന്നേരം ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ആവറേജ് ചെയ്യുക എന്നുള്ളതല്ല, പൊസിഷൻ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ നെക്സ്റ്റ് എൻട്രി സ്റ്റോക്ക്, ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലൊക്കെ ട്രേഡ് ചെയ്യുന്ന കുറേയധികം സ്വിങ് എൻട്രീസിന് ആളുകൾ പ്രിഫർ ചെയ്യുന്നതാണ്. ഒരു എണ്ണത്തിൻ്റെ സപ്പോർട്ട് എവിടെന്നെങ്കിലും സപ്പോർട്ട് പ്ലോട്ട് ചെയ്യും, ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് ഓക്കെ ഇതൊരു സപ്പോർട്ട് ലെവലാണ്, ഈ ലെവൽ വന്നാൽ വാങ്ങിക്കാം. ബട്ട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്ന് ആ സ്റ്റോക്ക് ആ സപ്പോർട്ട് എടുക്കൂ എന്നുള്ളത് നോക്കണം. കാരണം ഈ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴെ പോകുക, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്ക് സപ്പോർട്ടിൽ വന്ന് നിൽക്കണം എന്നില്ല. ആ സ്റ്റോക്ക് വന്ന് നിൽക്കുന്ന പോയിന്റ് സപ്പോർട്ടിൽ വന്ന് നിൽക്കുമല്ല, ആ നിൽക്കുന്ന പോയിന്റ് അവിടെ തിരിച്ചെടുക്കുമ്പോഴാണ് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ടിൽ നിന്ന് ആ സ്റ്റോക്ക് തിരിച്ച് പോയി അപ് ട്രെൻഡിലേക്ക് ആകുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. സപ്പോർട്ടിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 50-50 ചാൻസേ ഉള്ളൂ അതിൽ, അങ്ങനെ ചെയ്യരുത്. നെക്സ്റ്റ് വൺ, നേരത്തെ മെൻഷൻ ചെയ്ത ഇൻ ഡീറ്റെയിൽ, നെവർ ആവറേജ് എ ഫോളിങ് സ്റ്റോക്ക്. സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യരുത്. ഇൻസ്റ്റഡ് കൺസിഡർ പിരമിഡിങ്. അതായത് പിരമിഡിങ് എന്താണ് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റോക്കിൽ എൻറ്റർ ചെയ്തു സ്വിങ്ങിൽ, കുറച്ച് ക്വാണ്ടിറ്റി, സപ്പോസ് 100 ക്വാണ്ടിറ്റി വാങ്ങിച്ചു, സ്റ്റോക്കിൽ എൻറ്റർ ചെയ്തു, കുറച്ചധികം ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ക്യാപിറ്റലിന് ഒരു ചെറിയ പെർസെൻറ്റേജ് ആ യൂസ് ചെയ്തെന്നിരിക്കട്ടെ. ആ സ്റ്റോക്ക് താഴെ പോയി വീണ്ടും കുറഞ്ഞ വിലയ്ക്ക് നഷ്ടത്തിൽ വരുമ്പം പ്രൈസ് കുറച്ചും കൂടെ അധികം സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ആ പ്രൈസ് ആവറേജ് ചെയ്യുന്നതാണ് ആവറേജിങ്. ബട്ട് ഇൻസ്റ്റഡ് അതിന് പകരം ഇത് പ്രോഫിറ്റ് പൊസിഷനിലേക്കാണ് പോകുന്നതെന്നിരിക്കട്ടെ, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യുവാണ്, 20%, 30%, അങ്ങനെയൊക്കെ ഒരു പെർസെൻറ്റേജ്, ഒരു നല്ല ഡീസൻറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടി. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റീസ് അതിലേക്ക് ആഡ് ചെയ്യുക. ആ ഒരു ഹയർ പ്രൈസ് കൂടുതലാണെന്ന് കരുതി മാറുക എന്നല്ല. കാരണം സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി, ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ കമ്പനീസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിംഗ് വരുന്നതാണെങ്കിൽ പോലും കൂടുതൽ ക്യാപിറ്റലുകൾ വന്നിട്ട് കൂടുതൽ ആൾ പബ്ലിക് എക്സ്പോഷർ കിട്ടിയിട്ട് കമ്പനീസ് ഗ്രോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാ കമ്പനീസും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ് ട്രെൻഡാണ് ഇതിൽ മെയിൻ. ഒരു സ്റ്റോക്ക് ഗ്രോ ചെയ്ത് ഇത്രയും പ്രൈസ് എത്തി എങ്കിൽ ഇതിന് മുകളിലോട്ട് ഇനിയും പോകില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ അതിൻ്റെ മുകളിലും ഒക്കെ ബയേഴ്സ് വരും. അപ്പോൾ പ്രൈസ് ഇങ്ങനെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രോഫിറ്റ് പൊസിഷൻ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറേ മാസങ്ങളായിട്ട് ഓവർ ദ ടൈം അത് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ പ്രോഫിറ്റ് ആണെങ്കിൽ, ദെൻ കൺസിഡർ ആഡിങ് മോർ പൊസിഷൻസ്. അതിൽ വീണ്ടും പൊസിഷൻസ് ആഡ് ചെയ്യുക. നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, അതെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഒക്കെ വരുവാണെങ്കിൽ കുറച്ചധികം പൊസിഷൻസ് അതിൽ വാങ്ങുക. അതാണ് ഒരു പിരമിഡിങ് എന്നുള്ള പർപ്പസ്. ആ പിരമിഡിങ്ങിൽ ആ ഒരു പൊസിഷൻ വീണ്ടും പ്രൈസ് താഴെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ വരുവാണെങ്കിൽ, മേ ബി നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് അത്രയും ക്വാണ്ടിറ്റീസ് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് മാറ്റാം. അത് ചെറിയ ലോസ് ആണെങ്കിൽ പാർഷ്യലി നമുക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതായത് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് സ്വിംഗ് ട്രേഡിൽ. അപ്പം നെക്സ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. സ്റ്റോപ്പ് ലോസ് സ്വിങ്ങിലും പൊസിഷനിലും സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. കാരണം ആളുകൾ കണ്ടുവരുന്നത് ഒരു ട്രേഡ് അങ്ങ് എടുക്കും, പിന്നെ ഇങ്ങനെ അങ്ങ് വെയിറ്റ് ചെയ്യും, അത് എപ്പോഴാണ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സെല്ല് ചെയ്യും. പക്ഷെ അങ്ങനല്ല. സ്ട്രിക്റ്റ് ആയിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക, ആ സ്റ്റോപ്പ് ലോസിൽ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. ഒന്നും വിചാരിക്കേണ്ട, യാതൊരു ഹെസിറ്റേഷനും വിചാരിക്കേണ്ട. ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തത് നന്നായി എന്ന് കരുതുക. വീണ്ടും തിരിച്ച് പ്രൈസ് അപ് ട്രെൻഡിൽ വരുമ്പോൾ എൻട്രി എടുക്കുക, പ്രോഫിറ്റ് എൻജോയ് ചെയ്യുക. ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ റിവേഴ്സൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോവുക.
കാരണം ഒരു ക്യാപിറ്റൽ നമ്മളുടെ ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള ക്യാപിറ്റൽ ഈ സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വരുവാന്ന് തന്നെ പെട്ടെന്ന് റിച്ച് ആവുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, ഈ പർപ്പസിനെല്ലാം വരുന്നവർ ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഒരു സ്റ്റോക്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ റെഡായി കുറേ നാൾ ഡൗൺ ആയിട്ടിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഇമോഷണൽ ഡെസ്പറേറ്റ് ആവും. കാരണം കുറച്ചാളോടെ വെയിറ്റ് ചെയ്താൽ ഇതിലും കുറച്ച് പ്രൈസിന് വാങ്ങിക്കാമായിരുന്നു എന്നുള്ളത് വരും. അപ്പം വെറുതെ ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ആയി പറയുന്നതിന് പകരം ഒരു ഡീസൻ്റ് ആയിട്ട് ചെറിയ ലോസ് വരുവാണെങ്കിൽ അത് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുക, അത് എവിടം വരെ പോകുന്നു, തിരിച്ചതൊരു അപ് ട്രെൻഡിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് പിക്ക് ചെയ്യുക. കാരണം ഇപ്പം മാർക്കറ്റിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളുടെ മൂവിങ് ക്യാപിറ്റൽ എപ്പോഴും ഒരു ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ അതിന് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കേണ്ട ക്യാപിറ്റൽ വെറുതെ ഒരു സ്റ്റോക്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ഇട്ട് ബ്ലോക്ക് ആക്കി ട്രാപ്പാക്കി ഇടേണ്ട ആവശ്യമില്ല. അതൊരു നല്ല പ്രാക്ടീസും അല്ല. ദെൻ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇമോഷൻസ്, അതായത് ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതാണ് ഈ ഫോമോ, അതാണ് മെയിൻ വില്ലൻ. അതായത് നമ്മളുടെ ഒരു സിമ്പിൾ ഇൻ ജനറലിലേക്ക് നമ്മളുടെ ഒരു അഭാവത്തിൽ, അതായത് വേറെ മറ്റുള്ളവർ പ്രോഫിറ്റ് എൻജോയ് ചെയ്യുന്ന കണ്ട് അവരത് എൻജോയ് ചെയ്തുകൊണ്ട് പക്ഷേ നല്ലൊരു അവസരമാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് കരുതി, അങ്ങനെ നമ്മളുടെ ആ ഒരു ഫോമോ കാരണം നമ്മൾ ഒരുപാട് ട്രേഡുകളിൽ ചാടിക്കയറി വീഴും. ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, നമ്മളൊരു ഗ്രൂപ്പിൽ കാണും ആരെങ്കിലും ഓക്കെ എൻഡേർഡ് ബുക്ക് ദിസ് 5 പോയിന്റ്സ് ബുക്ക് പ്രോഫിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ മെസ്സേജുകളും കാര്യങ്ങളും കാണും. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ അവർ ലോസ് ഒന്നും പറയില്ല, അവർക്ക് ഈ കിട്ടിയ പ്രോഫിറ്റ് മാത്രമായിരിക്കും പറയുന്നത്, നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ആ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രേഡിൽ അവർ ബുക്ക്ഡ് 5 പോയിന്റ്സ് എൻഡേർഡ് ഗുഡ് പ്രോഫിറ്റ്, അവരുടെ സ്വിംഗ് പൊസിഷൻ ചിലപ്പം പ്രോഫിറ്റബിൾ ആയിരിക്കും, ഇത്ര പെർസെൻറ്റ് ഒരു വീക്ക് കൊണ്ട് ഇത്ര റിട്ടേൺസ് കിട്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു അനാലിസിസും ഒരു സംഭവം നടത്താതെ ചിലപ്പോൾ അതിൻ്റെ മാക്സിമം ആയി കാണും ആ സ്റ്റോക്ക്. മേ ബി ആ ഒരു ഫോമോ ഈ ഒരു അവസരം നമുക്ക് മിസ്സാവുമോ എന്ന് പേടിച്ച്, അതൊരു വലിയൊരു ഇമോഷണൽ സൈക്കോളജിയാണ്. അത് കാരണം ആളുകൾ എൻട്രി എടുക്കും, സാധാരണ ആൾ എൻട്രി എടുക്കും, അവിടെ ട്രാപ്പ് ആവും. കാരണം അവർക്ക് വരുന്ന ലോസുകൾ കാര്യങ്ങൾ പറയുന്നില്ല, അവർ സ്ട്രാറ്റജിക്കലി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡറോ മാർക്കറ്റിനെ പറ്റി പ്രത്യേകിച്ച് അറിവും നമ്മളുടെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ അത്രയും തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നോയ്സുകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രത്യേകിച്ചും ട്രേഡിംഗ് അവേഴ്സിൽ ഈ ഗ്രൂപ്പുകൾ ഫോളോ ചെയ്തിട്ട് ആളുകളുടെ അഡ്വൈസ് ചോദിക്കുന്ന, ആ സ്റ്റോക്ക് കയറുമോ, ഈ സ്റ്റോക്ക് പറക്കുമോ, ആ സ്റ്റോക്ക് താഴുമോ, ഇതെല്ലാം 50-50 ചാൻസ് ആണ്. എനിക്കും പറയാൻ പറ്റും നാളെ ആ സ്റ്റോക്ക് ഐദർ അപ് സൈഡ് പോവാം, അല്ലെ ഡൗൺ സൈഡ് പോവാം, അല്ലെ സൈഡ് വൈസ് പോവാം. ഈ 3 ചാൻസേ ഉള്ളൂ. ഇങ്ങനെയാണ് മാർക്കറ്റ്, ഇതിലേതെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത് ആർക്കും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും വരും, ബട്ട് സ്റ്റിൽ അവർക്കും റോങ് ആവാം. കാരണം എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്, എത്രയോ എക്സ്പീരിയൻസ്ഡ്, എത്രയോ വെറ്ററാൻ ആയിട്ടുള്ള ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ, അവരുടെ സജഷൻസ്, ബൈക്കോള്, അതൊക്കെ ആ ബൈക്കോളൊക്കെ എടുത്തിട്ട് ടെറിബിൾ ലോസ് വരുന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ അവരൊരു ബൈക്കോൾ പറയുമ്പോഴും അവരൊരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പറയും. ആ സ്റ്റോപ്പ് ലോസ് അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസിന് ശരിക്കും ഒരു അനലിസ്റ്റിന് ഒരു സ്റ്റോപ്പ് ലോസ് പറയേണ്ട ആവശ്യം എന്താ? കാരണം അവർക്കറിയാം മാർക്കറ്റിൽ എപ്പോഴും റിവേഴ്സൽസ് വരും. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോബിലിറ്റി ട്രേഡ്സ് അല്ലെങ്കിൽ ഒരു എൻട്രീസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ ആ ലോസിൽ എക്സിറ്റ് ചെയ്യണം. അതിന് മുന്നേ ചിലപ്പോൾ സ്റ്റോക്ക് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറാം. അപ്പോൾ അതാണ് അതിനകത്ത് മെയിൻ പർപ്പസ്. അപ്പോൾ ട്രേഡിംഗ് അവേഴ്സിലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ വക നോയ്സുകൾ, ആ സ്റ്റോക്ക് കയറി, ഈ സ്റ്റോക്ക് കയറി, അങ്ങനെയുള്ള എൻട്രി, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലോങ് ടേമിൽ ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സ്വിംഗ് പൊസിഷൻ എൻട്രി ചെയ്തു, ഞാൻ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഒരു 500 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ആയിരിക്കും ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ആ ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവും, ഒരു 5% ഗ്രോത്ത്, 5% അല്ലെങ്കിൽ 10% പ്രോഫിറ്റ് കിട്ടിയിട്ടിരിക്കുവാണെന്നിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ. അങ്ങനെ കിട്ടിയിരിക്കുമ്പോഴായിരിക്കും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പെട്ടെന്ന് നോക്കി ഒരു ജെറിച്ച് ചാൻസ്, പെട്ടെന്ന് റിവേഴ്സലിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ ഇത് താഴെ പോകാം എന്നുള്ളൊരു അപ്പോഴത്തേക്കൊരു ആൻറ്റിസിപ്പേഷൻ, സ്വാഭാവികമായിട്ട് എൻ്റെ ഇമോഷൻസ് വർക്കൗട്ട് ആവും. ഞാൻ എന്താ ചെയ്യുന്നത്, ഓക്കെ ഇനിയും കുറയുവാണെങ്കിലോ എന്ന് കരുതി ആ സ്റ്റോക്ക് ആ പ്രോഫിറ്റിൽ 10% പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യും. ബട്ട് നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും, അവിടുന്ന് വലിയൊരു റാലി ആയിരിക്കും, പിന്നെ എനിക്ക് ഒരു പക്ഷേ എൻട്രി എടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ മിസ്സാവുന്ന ആ സ്റ്റോക്ക് 50% അല്ലെങ്കിൽ അതിന് മുകളിലും ആയിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഗ്രോത്താണ് എനിക്ക് അവിടെ മിസ് ഔട്ട് ആവുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ പോലുള്ള നോയ്സുകൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നോയ്സ്. അപ്പോൾ മാർക്കറ്റ് ടൈമിൽ അത് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് യു ക്യാൻ ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് യുവർ സെൽഫ്. അതായത് നമ്മൾ ഒരു
ഗ്രൂപ്പുകളും ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് തന്നെ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ റിസോഴ്സുകളെല്ലാം നമ്മൾ അതിനുവേണ്ടി മെനക്കെടുന്നില്ല എന്ന് മാത്രമാണ്. ഈ റിസോഴ്സുകളെല്ലാം എല്ലാവർക്കും അവൈലബിൾ ആണ്. ഒരു ഗ്രൂപ്പിൽ ചെന്നിട്ട് 1-2 ആളുകളുടെ മെസ്സേജ് മാത്രം ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, ഇപ്പോൾ ഈ കേൾക്കുന്ന വീഡിയോസ് ഉൾപ്പെടെ ഇതിലൊന്നും ആവശ്യമില്ല. ഈ മെറ്റീരിയൽസ് എല്ലാം, കാരണം ഇപ്പം മാർക്കറ്റ് ഒരു കമ്പനിയെ പറ്റി ന്യൂസ് അറിയാൻ എല്ലാ ഓൺലൈൻ ന്യൂസുകളുണ്ട്. മീഡിയസ് ഒരു പെയ്ഡ് മീഡിയസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാ പോർട്ടൽസ് ഉണ്ട്. നല്ല നല്ല ഓൺലൈൻ ന്യൂസ്, എക്കണോമിക് ടൈംസ്, ബിസിനസ് ലൈന്, മണി കൺട്രോൾ, അങ്ങനെയുള്ളതിലൊക്കെ ഈ ഫോറംസിലൊക്കെ വരുന്നിട്ട് ആളുകളുടെ എക്സ്പെക്ടേഷൻസും സജഷൻസും, അവരും നമ്മളെപ്പോലെ എക്സ്പെക്ടേഷൻ ഉള്ളവരാണ്. ചിലപ്പോൾ നല്ല കുറച്ച് ഡ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് വേർഡിങ്സിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര എക്സ്പേർട്ടായിട്ട് നമുക്ക് തോന്നുകയാണ്, നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷനാണ്. ഇൻസ്റ്റെഡ് അതിന് പകരം നല്ല നല്ല എക്കണോമിക് ആർട്ടിക്കിൾസ് വായിക്കുക, ഒരു കമ്പനിയെ പറ്റി എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുക. ഈ റിസോഴ്സുകളെല്ലാം എല്ലാവർക്കും അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് നമുക്ക് തന്നെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് സ്കാനേഴ്സ് യൂസ് ചെയ്യാം. ഒരുപാട് സ്കാനേഴ്സ് ഉണ്ട്. അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാം. ചാർട്ട് പ്രത്യേകിച്ച് വേറെ ഇൻഡിക്കേറ്റേഴ്സും നൂറുകണക്കിന് കാര്യങ്ങളൊന്നും പ്ലോട്ട് ചെയ്ത്, ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ സ്പേസ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊന്നും പ്ലോട്ട് ചെയ്ത് ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ആ കമ്പനിയെ പറ്റി സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് ഒന്ന് നോക്കാം, അതെന്താണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് പലരും നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പം അത് ഏത് സെക്ടറിലുള്ള കമ്പനി, ഫിനാൻഷ്യൽ സെക്ടറാണോ, ഈവൻ ബാങ്കിങ്, പ്രൈവറ്റ് ബാങ്കിങ് ആണോ, അതല്ലെങ്കിൽ മെഡിക്കൽ ഫാമയാണോ, റിയൽ എസ്റ്റേറ്റ് ആണോ, ഏത് സെക്ടർ, എന്ത് ബിസിനസ്സാണ് അത് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ആളുകൾ സ്റ്റോക്ക് എടുക്കും, എൻട്രി എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റോക്കിൽ റിട്ടേൺസ് കിട്ടും. അവർക്ക് ഓവർ ദ ടൈം, ലോങ് ടേമിൽ അവർക്കിത് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കാൻ പറ്റില്ല. ഞാനത് ഒരു നെഗറ്റീവായിട്ടുള്ള, പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യുമല്ല, ബട്ട് അങ്ങനാണ് മാർക്കറ്റ്. നമ്മളൊരു സ്റ്റോക്ക് എൻട്രി ചെയ്യുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് അത് ഏതാണ് സെക്ടർ, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണ്, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് മാർക്കറ്റിൽ, എങ്ങനെയാണ് മുന്നേ അത് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതിന് ടൈമുണ്ട്, അതിന് പേഷ്യൻസ് വേണം, അതിന് കുറച്ച് സമയം അപ്ലൈ ചെയ്തെടുത്താൽ മതി. മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മൂവ് ചെയ്യും. ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ എന്നും പറഞ്ഞ് ഫോമോ കാരണം, ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കാരണം, ഈ പോയ സ്റ്റോക്കിൻ്റെ പുറകിൽ ഓടിപ്പോയിട്ട് അതിനകത്ത് വീണ്ടും കയറി എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ എന്നും പുതിയ പുതിയ സ്റ്റോക്കുകൾ വരും. ഓപ്പർച്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആണ്. അതിങ്ങനെ പുതിയ സ്റ്റോക്കുകൾ വരും. എല്ലാത്തിൻ്റെയും ഗ്രോത്ത് എന്നും കഴിഞ്ഞിട്ട് മാക്സിമം ഓക്കെ നിഫ്റ്റി അങ്ങ് ടോപ്പിലെത്തി, ഇനി ഒരിക്കലും മുകളിലോട്ട് പോകത്തില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനല്ല. മാർക്കറ്റിൽ ഇനിയും കറക്ഷൻസ് വരും, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് വരും. അപ്പം നമ്മൾ ആ ഒരു മൊമെൻറ്റൻസിനനുസരിച്ച് ഇങ്ങനെ ശരിക്കും സ്വിങ് ചെയ്തിട്ട് നമ്മൾക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണം, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. ഇതായിരിക്കണം നമ്മുടെ മോട്ടീവ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇത് സിസ്റ്റമാറ്റിക്കലി നല്ല ഡിസിപ്ലിനോട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ സ്വിംഗ് ട്രേഡിൽ നമുക്ക് ലോങ് ടേം ഇൻകം ഉണ്ടാക്കാൻ പറ്റൂ. ഇത് വെച്ചിട്ട് ശരിക്കും നമുക്ക് വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പറ്റും. ഈസി എന്ന് പറയുന്നില്ല, ബട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ ഈസി ആക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം 1-2 ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ബട്ട് ഒരു തവണ ലോസ് വരുമ്പം ആ കിട്ടിയ പ്രോഫിറ്റും ക്യാപിറ്റലും എല്ലാം കൂടെ ഒരുമിച്ച് പോകാം. അല്ലെങ്കിൽ നല്ല ഒരു ട്രേഡിൽ കുറേ നാൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ എല്ലാം കൂടെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു സ്വിങ്, കുറച്ചധികം ക്യാപിറ്റൽ യൂസ് ചെയ്ത് എടുക്കുന്ന ഒരു സ്വിങ് ട്രേഡിൽ ഒരു റിവേഴ്സൽ സംഭവിച്ച് നമുക്ക് ഒരിക്കലും എക്സിറ്റ് ആവാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത ലെവലിലേക്ക് ഒരിക്കലും പ്രൈസ് തിരിച്ച് വരാത്ത, അല്ലെങ്കിൽ കുറേ നാൾ അതിലിങ്ങനെ ട്രാപ്പായി കിടന്ന് ഒരു വലിയ ഒരു ക്രൈസിസിലേക്ക് പോകാം. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ റിലീജിയസ്ലി ഫോളോ ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ എൻട്രീസ് എടുക്കാം, നല്ല രീതിയിൽ ഇതിൽ നിന്ന് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് അപ്പോൾ അതിലേക്ക് വന്നില്ല. അപ്പോൾ അതിന് മുന്നേ ഉള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. കാരണം കുറേ അധികം മിസ് ഔട്ടുകൾ ഇങ്ങനെ റീസെൻ്റായിട്ട് കാണുന്നതുകൊണ്ടാണ്. സോ വീഡിയോ കണ്ടൻറ്റ് വളരെ സിമ്പിളാണ്. അതായത് സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് ഒരു സ്കാനർ, സ്വിംഗ് ട്രേഡിന് വേണ്ടി ഉള്ള ഒരു സ്കാനർ സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് പിക്ക് ചെയ്യാം. അത് യൂസ് ചെയ്യുന്ന ഹൈക്കനാഷി ചാർട്ടാണ്. ഈ ഹൈക്കനാഷി ചാർട്ടിൻ്റെ യൂസും അതിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ട്രീക്കിൽ തന്നെ. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക.
കാരണം അതിൻ്റെ സജഷൻസിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഇനി ഈ വീഡിയോ തിരിച്ച് കണ്ടിന്യൂ ചെയ്യുക. കാരണം അതിൽ പറയുന്നുണ്ട് ഹൈക്കനാഷിയുടെ ക്യാൻഡിൽസിൻ്റെ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്യാൻഡിലാണ് അതിലുള്ളത്, അതിലെങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ബൈ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടും, എങ്ങനെ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക. ഹൈക്കനാഷി ക്യാൻഡിൽസിനെ പറ്റി, ആ ചാർട്ടിനെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി, അതായത് ഒരു സ്വിങ് നമ്മൾ സ്കാനർ വെച്ചിട്ട് സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്കിൽ നമുക്കൊരു എൻട്രി എടുക്കണ്ടേ. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ആ കണ്ടീഷൻ മാച്ച് ആവുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് ഏത് സമയത്ത് ട്രെൻഡ് റിവേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഹൈക്കനാഷി ചാർട്ട് ഫോളോ ചെയ്ത് ആ പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് പോകും. ഏത് ടൈമിൽ എക്സിറ്റ് ആവണോ ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി സ്ട്രീക്ക് തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്ന രീതിയിൽ, എക്സിറ്റ് ആവുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ അതിനുവേണ്ടി ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. സോ ജസ്റ്റ് പ്രിൻസ് പൈപ്പ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ പേഴ്സണലി ഞാനത് എൻട്രി എടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. റീസെൻ്റ്ലി നല്ലൊരു അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. നമ്മൾ ഒരു സ്വിങ്ങിനാണെങ്കിലും എൻട്രി എടുക്കുന്നത് അങ്ങനെ അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ തന്നെ എൻട്രി എടുക്കുക. സോ അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇത് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റി ഞാൻ ഹൈക്കനാഷി സെലക്ട് ചെയ്തു. സോ ഹൈക്കനാഷി ഞാൻ പറഞ്ഞല്ലോ, ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ നോയ്സുകൾ അത് ഫിൽട്ടർ ചെയ്ത് മാറ്റും. എക്സാക്ട്ലി അതിൻ്റെ പ്രൈസ് റീഡിങ് മറ്റേ ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് സെയിം അല്ല, കാരണം കുറച്ചധികം കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ മുന്നേ ആ വീഡിയോ കാണുക, ആ സജഷൻസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഹൈക്കനാഷി, ഞാൻ എന്തായാലും സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരു ഹൈക്കനാഷി ക്യാൻഡിൽ ശരിക്കും 3 ടൈപ്പ് ക്യാൻഡിൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, അതായത് ഒരു ബൈ സിഗ്നൽ തരുന്ന ക്യാൻഡിൽ. ആ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ, അതായത് അതിൻ്റെ ഷേവ്ഡ് ബോട്ടം, അതായത് താഴെ വിക്ക് കാണില്ല, ഷേവ്ഡ് ബോട്ടം ആയിരിക്കും അതിൽ മേളിലോട്ട് വിക്ക് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇതെന്ന് പറയുന്നത് ഒരു ബൈ ഇൻഡിക്കേഷൻ ആണ് തരുന്നത്. ഒരു ട്രെൻഡ് ഡൗൺ ട്രെൻഡ് കിടക്കുന്നതാണെങ്കിൽ ശരി, ഒരു റിവേഴ്സൽ സമയത്ത് വരുന്നു, ഈ ഒരു സംഭവം ഒരു ബൈ എൻട്രിക്ക് വേണ്ടിയുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി എടുക്കുക എന്നുള്ളതാണ് ഇൻഡിക്കേഷൻ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 2 സൈഡിലും ടോപ്പിലും ബോട്ടത്തിലും ഇങ്ങനെ ലൈൻസ് ഉള്ള സാധനം, വിക്കുകളുള്ള, ഇതിന് ഡോജിയാണ്. ഈ ഡോജി വന്നു കഴിഞ്ഞാൽ ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുക. ഡോജിയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഡോജി കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിവേഴ്സൽ ക്യാൻഡിൽസ്, അതായത് ബെയറിഷ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ്, അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഷേവ്ഡ് ഹെഡ് ആയിരിക്കും. അതിൻ്റെ താഴെ ആയിരിക്കും വിക്കും, മേളോട്ട് വിക്ക് ഉണ്ടാവില്ല. മറ്റേ ആ ഹൈക്കനാഷിയുടെ വീഡിയോസിൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ വീഡിയോയിൽ അത് തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 3 ടൈപ്പേ ഉള്ളൂ: ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ, പിന്നെ ഒരു ഡോജി ഐദർ ഗ്രീൻ ആകാം അല്ലെങ്കിൽ റെഡ് ആകാം. അതിന് 2 സൈഡിലും വിക്കുണ്ട്. അപ്പോൾ ആ ഡോജി വരുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഡിക്കേഷനും തരുന്നില്ല, ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കനാഷിയുടെ പർപ്പസിൽ ഡോജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ബുള്ളിഷ് ഇതാണെങ്കിൽ, ഈ ക്യാൻഡിൽ ആണെങ്കിൽ ഇതൊരു ബൈ എൻട്രി ആണ്, ബൈ എൻട്രി എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം നോർമലി ഹൈക്കനാഷി ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഈ ഒരു പോയിന്റിൽ ഞാൻ എടുക്കുകയാണ്, ഇതിങ്ങനെ ഡോജിയിലിരുന്നിട്ട് എനിക്ക് ഈ ഒരു ക്യാൻഡിൽ ഞാൻ ആദ്യം ട്രാക്ക് ചെയ്യും. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, അതായത് ബോട്ടം സി വിക്കുകളൊന്നുമല്ല, ഒരു ക്ലിയർ ഒരു ബൈ എൻട്രി വന്നു. അപ്പം 1 ഡേ ക്യാൻഡിൽ ഫ്രെയിമാണ് ഇതെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞാൻ ഇതിൽ എൻട്രി എടുക്കുന്നതെന്ന് പറയുന്നത്, ആ നെക്സ്റ്റ് ഡേ ആ ഒരു പ്രൈസിൻ്റെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ, ഈവൻ ഏത് ക്യാൻഡിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ക്യാൻഡിൽ ഡ്യൂറേഷൻ ഈ പ്രീവിയസ് ഡേയുടെ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത്, ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന നെക്സ്റ്റ് ഡേയിലെ 5 മിനിറ്റ്സ് ക്യാൻഡിലാണ്, വന്ന് അതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി എടുക്കും. നമ്മൾക്ക് നമ്മുടെ ഒരു പൊസിഷൻ സൈസിങ് വെച്ചിട്ട് ഒരു കപ്പാസിറ്റിയിൽ ഒരു ബൈ എൻട്രി എടുക്കും. ആ ബൈ എൻട്രി എടുത്തിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് വെക്കും. ഒരു 5% അല്ലെ 10% നമ്മുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുവാണ്. ആ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഡെയിലി ഹൈക്കനാഷിൽ ഇതെല്ലാം ബൈ ആണ്, ഇതെല്ലാം 1 ഡേ ക്യാൻഡിലാണ്. ഇവിടെ ഒന്നും നമ്മൾ സെല്ല് ചെയ്യില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ഒരു ദിവസം
ഇതിനൊരു റിവേഴ്സൽ വന്നു, അതായത് ഒരു സെൽ ഇൻഡിക്കേഷൻ വന്നു. സെൽ ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ നമ്മൾ ആ ഡെയിലി ചാർട്ട് ആ ക്യാൻഡിൽ നോക്കും. ഓക്കെ, ആ ക്യാൻഡിൽ ഇത് റിവേഴ്സലാണ്. ഇത് റിവേഴ്സൽ സംഭവിച്ചു. റിവേഴ്സൽ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പം നെക്സ്റ്റ് ഡേ, അതായത് ആ ദിവസം നമ്മളത് എക്സിറ്റ് ചെയ്തില്ല, അതിൻ്റെ നെക്സ്റ്റ് ഡേ ആ പ്രീവിയസ് ഡേയുടെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴത്തോട്ട് ഒരു ക്യാൻഡിൽ, ഈവൻ 5 മിനിറ്റ്സ് ആയിക്കോട്ടെ, ഒരു ഡേ ക്യാൻഡിൽ എടുക്കേണ്ട കാര്യമില്ല, 5 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു ലൈൻ വരച്ച് കാണിക്കാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ ഞാനൊരു എൻട്രി എടുക്കും. അതായത് ഇവിടെ എനിക്കൊരു ഇൻഡിക്കേഷൻ കിട്ടി, ബൈ ഇൻഡിക്കേഷൻ കിട്ടി. അപ്പം നെക്സ്റ്റ് ഡേ ആ ക്യാൻഡിൽ ആ ഹൈ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ, ഇവിടെ ഹൈ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തു. ഓക്കെ, എൻട്രി എടുത്തിട്ട് ആ മൊമെൻ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ആ ലോ ബ്രേക്ക് ചെയ്ത്, ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്ന പോയിന്റിൽ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. ഈ ഒരു അതായത് 85 പ്രൈസിൽ ഞാനൊരു എൻട്രി എടുത്തത് 107 ലെവലിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് താഴെ പോയി, കണ്ടോ? അതേപോലെ തന്നെ വീണ്ടും ഞാൻ അടുത്തൊരു എൻട്രി എടുക്കുന്നത്, പിന്നെ അടുത്ത റിവേഴ്സൽ ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് അങ്ങനെ ഒരു മൊമെൻ്റമാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കിത് മാനുവലി ഡെയിലി ഇത് ഹൈക്കനാഷി ചാർട്ട്സ് നോക്കിയിട്ട് നമ്മൾ എൻട്രി ചെയ്തെടുത്ത് ഇങ്ങനെ നോക്കി എക്സിറ്റ് ചെയ്യുന്നത്, അത് ഇമോഷണലി ചിലപ്പം ഒരു പക്ഷേ നമ്മുടെ ഡിസിഷൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ ഇനിയും പ്രൈസ് ഡൗൺ ട്രെൻഡ് ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുമ്പോൾ തന്നെ, കാരണം ഈ ഡോജീസ് ഒക്കെ വരുമ്പം നമുക്കത് കൺഫ്യൂഷൻ വരും, ഇത് ഹോൾഡ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ. അപ്പം ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി നമുക്കിത് സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഈ സ്ട്രാറ്റജി വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. ലോങ് ടേമിൽ നമുക്ക് റിട്ടേൺസും കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പം ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ, ഈ ഹൈക്കനാഷിയിൽ അതേ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആവുന്ന, സപ്പോസ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ഇത് കണ്ടോ, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കിതെല്ലാം ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇതെല്ലാം എവിടെ വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനൊരു സ്റ്റോക്കിന് ഇങ്ങനൊരു ക്യാൻഡിൽ ഫോം ആവുന്ന നമ്മൾ സ്റ്റോക്കുകൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ? അതിന് സ്ട്രീക്കിൽ നമുക്ക് സ്കാനേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, സ്ട്രീക്കിൽ എങ്ങനെയാണ് സ്കാനർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ ക്രിയേറ്റ് സ്കാനർ സ്ട്രീക്കിൽ നിഫ്റ്റി 100 നമുക്ക് നിഫ്റ്റി 500 തന്നെ സ്കാൻ ചെയ്യാം. ഞാൻ പറഞ്ഞ് ഡെയിലി ക്യാൻഡിലാണ്. സോ ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റുക, ഹൈക്കനാഷി സെലക്ട് ചെയ്യുക. ഇനി കണ്ടീഷൻസ് കൊടുക്കുക. കണ്ടീഷൻസ് വളരെ ശ്രദ്ധിക്കുക, കണ്ടീഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റോക്സ് അല്ലെങ്കിൽ റോങ് ആയിട്ടായിരിക്കും സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഞാൻ കണ്ടീഷൻസ് ഇട്ടിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രീവിയസ് ഡേയുടെ ഓപ്പൺ ക്യാൻഡിൽ ഈക്വൽ ടു പ്രീവിയസ് ഡേ ലോ. ഓഫ്സെറ്റ് -1 ആണ്. ക്യാൻഡിൽ ഡ്യൂറേഷൻ ഡേ. അതായത് പ്രീവിയസ് എൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രീവിയസ് ഡേ, അത് -1 ആണ് ഓഫ്സെറ്റ്, ഈക്വൽ ടു ലോ. ഓപ്പൺ ഈക്വൽ ടു ലോ എന്ന് പറയുന്നത് ഈ ഹൈക്കനാഷിയിൽ ഇത് കണ്ടോ, ഹൈക്കനാഷിയിലെ ബുള്ളിഷ് ക്യാൻഡിൽസിൻ്റെ എല്ലാം, അതായത് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ആ വീഡിയോയിൽ അറിയാം, ഇത് ഓപ്പണ്, ഇത് ക്ലോസ്, ഇത് ഹൈ, അങ്ങനെ. അപ്പോൾ ഓപ്പൺ ഈക്വൽ ടു ലോ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഇത് ഓപ്പൺ ലോ. അപ്പോൾ ഒരു കണ്ടീഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യും, അത് ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുള്ള ആഡ് കണ്ടീഷൻ കൊടുക്കുക. ആഡ് കണ്ടീഷൻ കൊടുത്തിട്ട് വീണ്ടും ഈ പ്രീവിയസ് എൻ, കാരണം പഴയ ഒരു ദിവസത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ മാത്രം മതി നമുക്ക്. ഓക്കെ, പ്രീവിയസ് എൻ ക്യാൻഡിൽ, അതിൻ്റെ ക്ലോസ് -1 ഡേ. ഓക്കെ, കണ്ടീഷൻ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക, ഹയർ ദാൻ. ഓക്കെ, പ്രീവിയസ് എൻ തന്നെ, ഈ ക്യാൻഡിൽ എല്ലാം സെയിം ആണ്, അതിൻ്റെ ഓപ്പൺ -1 ഡേ. ഓക്കെ, കഴിഞ്ഞു നമ്മുടെ സ്കാനറിൻ്റെ കണ്ടീഷൻ. അപ്പം അതായത് ആദ്യം ഇൻഡിക്കേഷൻ പ്രീവിയസ് ഡേ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ സ്കാനർ റൺ ചെയ്ത് നമുക്കൊരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് സ്ട്രീക്കിൽ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനത് എന്നാലും മനസ്സിലായി, കാരണം ഈ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അപ്പം ഈ ഒരു ക്യാൻഡിലാണെങ്കിൽ ഇങ്ങനൊരു ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡോജി ഫോമായി കഴിഞ്ഞിട്ട് ഇതൊരു ഡോജി ആയിട്ട് കൺസിഡർ ചെയ്യും, കാരണം ഒരു ബോട്ടം വിക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
സപ്പോസ് ഇവിടെ എല്ലാം ഡോജീസ് വന്നു, ഇവിടെ ഡോജീസ് വന്നു, ഇവിടാണ് ഇതിനൊരു റിവേഴ്സൽ വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ കഴിയുമ്പോഴാണ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ എൻട്രി നമ്മൾ പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ടീഷനാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ഓപ്പൺ ഈക്വൽ ടു ലോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ പോയിന്റ് ഇതാണ്, അത് തന്നെയാണ് അതിൻ്റെ ലോ പ്രൈസ്. ഓക്കെ, ക്ലോസ് ഹയർ ദാൻ ഓപ്പൺ. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ക്ലോസ് ഇതാണ്, ക്ലോസ് ഹയർ ദാൻ ഓപ്പൺ. അപ്പോൾ ഓപ്പൺ ആയെങ്കിൽ ഹൈയിലാണ്, അപ്പോൾ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ആ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലിയർ ഹൈക്കനാഷി ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ബൈ സിഗ്നൽ തരുന്ന ക്യാൻഡിലാണ് നമ്മളിവിടെ സ്കാനറിലൂടെ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക്, അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആയേക്കുന്ന ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു സ്കാനറാണിത്. അപ്പോൾ ഇങ്ങനെ തന്നെ സ്കാനർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിത് സ്കാൻ ഓൺ നിഫ്റ്റി 500 കൊടുക്കുന്നത്, നിഫ്റ്റി 100 കൊടുക്കാം, വേറെ അല്ലെങ്കിൽ സെക്ടർ വൈസ് കൊടുക്കാൻ പറ്റും, ഫ്യൂച്ചേഴ്സിൽ എടുക്കാം. ഫ്യൂച്ചേഴ്സിൽ ഈ സ്ട്രാറ്റജി ഇതിൽ നിന്ന് നമ്മൾ ക്ലിയർലി സ്വിംഗ് എൻട്രീസ് മാത്രമാണ്. ഇത് സെക്ടോറിയൽ വൈസ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അതായത് ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ, IT, ഫിനാൻഷ്യൽസ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പം നാളെ നിങ്ങളൊരു മാർക്കറ്റ് ന്യൂസ് വായിക്കുവാണ്, IT സെക്ടറിനെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസാണ്, ഇനിയും ലോങ് ടേമിൽ അടുത്തൊരു 6 മന്ത്സിലേക്ക് IT സെക്ടർ നല്ലൊരു ബൂമായിരിക്കും, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ബൂമായിരിക്കും എങ്കിൽ നിങ്ങൾ ഈ സെക്ടോറിയൽ കാര്യം സെലക്ട് ചെയ്യുക. ഇവിടെ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് റിയൽ എസ്റ്റേറ്റിനെ ഫേവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗവൺമെൻറ് ഡിസിഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്കാനർ റൺ ചെയ്ത് നോക്കുക, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ സ്റ്റോക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. എനിവേ നമുക്കിവിടെ നിഫ്റ്റി 500 എടുക്കാം, കുറച്ച് സ്റ്റോക്സ് കിട്ടും. കാരണം ഇപ്പോൾ ഒരു ബെയറിഷ് ഫേസിലായിരുന്നു മാർക്കറ്റ്, എത്ര സ്റ്റോക്സ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ സ്വിംഗ് സ്റ്റോക്സ് എന്ന് ഞാൻ സേവ് ചെയ്യുവാണ്. ഞാനത് എനിക്ക് 3 സ്റ്റോക്കാണ് കിട്ടിയേക്കുന്നത്. അത് 2 IT സ്റ്റോക്കാണ്, ഹെക്സാവെയറും സെൻസർ ടെക്നോളജീസും. SW സോളാർ സ്റ്റോക്ക് ഞാൻ ഫോളോ ചെയ്യാറുള്ളതല്ല, ഏത് സെക്ടറാണെന്നും സ്ട്രേക്ക് സ്പെസിഫൈ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് 2 സ്റ്റോക്ക് മതി, സ്വിംഗ് എൻട്രി അല്ലേ. എനിവേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഹെക്സാവെയർ സ്റ്റോക്ക് എടുത്തു, അതിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ക്യാൻഡിൽ ഞാൻ ഓൾറെഡി ഹൈക്കനാഷിയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇന്നാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഡേയിൽ ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ ഒരു ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേയിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു എൻട്രി എടുക്കാം, ബൈ എൻട്രി. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്കിപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് ഇവിടുന്ന് ക്രിയേറ്റ് ബാസ്ക്കറ്റ് കൊടുക്കാം. അതായത് ഈ സ്റ്റോക്കുകൾ ഫുള്ള് കൂടെ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ട് ബാസ്ക്കറ്റിന് ഒരു പേര് സ്വിംഗ് സ്റ്റോക്സ് എന്നോ ഒരു ബാസ്ക്കറ്റ് നെയിം കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം, എന്നിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മാനുവലി നമുക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇനി ഈ സ്റ്റോക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പം ക്രിയേറ്റ് സ്ട്രാറ്റജിയിൽ പോവുക. ക്രിയേറ്റ് സ്ട്രാറ്റജിയിൽ പോയിട്ട് ആദ്യം നമ്മൾ സ്റ്റോക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെക്സാവെയർ, ദെൻ സെൻസർ ടെക്നോളജീസ്, പിന്നെ നമ്മൾ നേരത്തെ ചാർട്ടിൽ ചെക്ക് ചെയ്ത പ്രിൻസ് പൈപ്സ്, അതിപ്പോൾ അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. സോ പ്രിൻസ് പൈപ്പ്, ദെൻ 1 ഡേ ക്യാൻഡിൽ, 1 ഡേ അല്ല 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ എന്താ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ട്രാറ്റജി ഫുൾ കണ്ടീഷൻസ് പ്രീവിയസ് ഡേയുടെ ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ടാണ് ഹൈക്കനാഷിയിൽ ഫോളോ ചെയ്യുന്നത്. ബട്ട് പ്രീവിയസ് ഡേയിൽ നമ്മൾ ആ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ആ സ്റ്റോക്കിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് മുകളിൽ ഒരു ക്യാൻഡിൽ പോയാൽ നമ്മൾ എൻട്രി എടുക്കും. അതേപോലെ തന്നെ റിവേഴ്സൽ സെൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സെൽ സിഗ്നലിൻ്റെ നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഒരു ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും പൊസിഷൻ. അപ്പോൾ 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് ആ ഒരു കീ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് കണ്ടീഷൻ റീഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ്സ് സെലക്ട് ചെയ്തേക്കുന്നത്. 50 മിനിറ്റ്സ് മാറ്റിയും സ്ട്രാറ്റജി എൻട്രി ചെയ്യുന്നവരുണ്ട്. എനിവേ ബൈ ക്വാണ്ടിറ്റി ഒരു 500 ക്വാണ്ടിറ്റീസ്. ഇനിയാണ് കണ്ടീഷൻസ്. അപ്പോൾ കണ്ടീഷൻസ് വളരെ ശ്രദ്ധിക്കുക. ആദ്യം എൻട്രി കണ്ടീഷൻസും എക്സിറ്റ് കണ്ടീഷൻസും. ഇത് ഈസിയാണ്. ഇത് ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതേപോലെ തന്നെ ആൾക്കും ലോജിക്ക് വെച്ച് തന്നെ പ്ലോട്ട് ചെയ്യാം. എനിവേ ഞാനതൊന്ന് പ്ലോട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ പ്രീവിയസ്, അപ്പോൾ ആദ്യം എനിക്ക് നമ്മൾ ആ സ്കാനറിൽ കൊടുത്ത സെയിം കണ്ടീഷൻസ് പ്രീവിയസ്
ഡേ ക്യാൻഡിലുകളാണ് ഫുൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ആ ബുള്ളിഷ് ക്യാൻഡിൽ, പ്രീവിയസ് ഡേയുടെ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം അല്ലേ. അപ്പോൾ ആ സ്ട്രൈക്കിൽ ആ ഒരു എൻട്രിയാണ് നമ്മൾ കൊടുക്കുന്നത്, എൻട്രി കണ്ടീഷനാണ് കൊടുക്കുന്നത്. എൻട്രി കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രീവിയസിൻ്റെ ഓപ്പൺ ഓഫ്സെറ്റ് -1 ആണ്, കാരണം പ്രീവിയസ് ഡേ -1 ആണെങ്കിൽ പ്രീവിയസ് ഡേ -2 ആണെങ്കിൽ അതിനും തൊട്ട് മുന്നത്തെ ദിവസം, അങ്ങനെയാണ് സ്ട്രൈക്ക് റീഡ് ചെയ്യുന്നത്. ഡെയിലി ക്യാൻഡിൽ തന്നെ സെലക്ട് ചെയ്യുക. ഈക്വൽ ടു, ഓക്കെ, പ്രീവിയസ് ഡേ ക്യാൻഡിൽ പ്രീവിയസ് ഇത് തന്നെ ഈക്വൽ ടു ലോ, ഓക്കെ, -1 ഡേ. പ്രീവിയസിൻ്റെ ഓപ്പൺ ഈക്വൽ ടു പ്രീവിയസിൻ്റെ ലോ. അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ഇവിടാണോ അത് ഓപ്പൺ, ഹൈക്കനാഷി ക്യാൻഡിൽ ഇത് ഓപ്പൺ ആണ്, ഇത് തന്നെയാണ് ഇതിൻ്റെ ലോ. അപ്പോൾ അതിന് ബുള്ളിഷ് ക്യാൻഡിൽ ആവണമെങ്കിൽ എങ്ങനെ, അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് ഓപ്പണിന് മുകളിലായിരിക്കണം, ഓപ്പണിനേക്കാളും മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഐഡൻറ്റിഫൈ ചെയ്യാം പ്രീവിയസ് ഡേയുടെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ കൊടുക്കുക. അപ്പം സെയിം തന്നെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ്, ഓക്കെ, ഹയർ ദാൻ, ഇവിടെ എല്ലാം ഡേ ക്യാൻഡിലാണ് കൊടുക്കുന്നത്, ഹയർ ദാൻ ഓപ്പൺ -1 ഡേ, ഓപ്പണിന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ പ്രീവിയസ് ഡേയിൽ കൺഫേം ആയി. ഇനിയാണ് നെക്സ്റ്റ് ഡേയുടെ കീ എൻട്രി വരുന്നത്. അതായത് നെക്സ്റ്റ് ഡേയിൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ ക്ലോസ് എന്ന് കൊടുക്കുക, ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രീക്ക് യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക്, അതായത് ബേസിക് എൻട്രി കണ്ടീഷൻസിനെയൊക്കെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സജഷൻസിൽ ആഡ് ചെയ്യാം, അത് കാണുക എങ്ങനെയാണ് ക്യാൻഡിൽ ഡ്യൂറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഡ്യൂറേഷൻ ആണ് ഇവിടെ ക്ലോസ് പ്രൈസ്. ഇവിടെ ക്ലോസ് എന്ന് ഇവിടെ ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ 5 മിനിറ്റ്സ് ക്യാൻഡിലായിരിക്കും. അതായത് കറണ്ട് ഡേ, സപ്പോസ് മൺഡേയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ആവുന്നത്, മൺഡേ നൈറ്റ് ഞാൻ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേയിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യുമ്പോൾ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ സ്ട്രീക്ക് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പം 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്രോസസ് എബോവ്, ഇവിടെ ഓപ്പണിംഗ് റേഞ്ച് അല്ല ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെയാണ് കീ ആയിട്ട് കൊടുക്കേണ്ടത്. പ്രീവിയസ് ക്യാൻഡിൽ ഇവിടെ ഹൈ തന്നെ -1 ഡേ, അതായത് തൊട്ട് മുന്നത്തെ ദിവസത്തെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത പ്രീവിയസ് ഡേയുടെ ഹൈ ഒരു 5 മിനിറ്റ്സ്, കറണ്ട് ഡേയുടെ, മൺഡേ ആണ് നമ്മൾ ചെയ്തെങ്കിൽ ട്യൂസ്ഡേ 5 മിനിറ്റ്സ് ക്യാൻഡിൽ എപ്പോഴെങ്കിലും പഴയ ദിവസത്തെ ഹൈക്കനാഷി ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ഡേയുടെ ഹൈ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഒരു എൻട്രി എടുക്കും. അതായത് ഇപ്പോൾ ഇത് സപ്പോസ് മൺഡേ ആണെങ്കിൽ ഇതാണ് ആ പ്രീവിയസ് ഡേയുടെ ഹൈ, ഒന്ന് ലൈൻ ഡ്രോ ചെയ്യാം, ഈ ഹൈ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ഡേയുടെ ക്യാൻഡിൽ, അപ്പം എനിക്ക് ഇവിടെ നെക്സ്റ്റ് ഡേ ഇത് ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ 455 ലെവലിൽ എനിക്കൊരു എൻട്രി കിട്ടും. ആ എൻട്രി കിട്ടിയിട്ട് ആ മൊമെൻറ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. പിന്നെ ഒരു റിവേഴ്സൽ വരുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഒരു എക്സിറ്റ് ചെയ്യൂ. ഓക്കെ, ആ റിവേഴ്സൽ എങ്ങനെ ചാർട്ടിൽ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സിറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ക്ലിയർ ആയി. അപ്പോൾ ഈ ഒരു എൻട്രി കണ്ടീഷൻ മീറ്റ് ആകുമ്പോൾ 500 ക്വാണ്ടിറ്റി ബൈ ചെയ്തു എൻട്രി ചെയ്യും, ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യും, അങ്ങനെ പൊസിഷൻ റൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സിറ്റ് കണ്ടീഷനാണ് അടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിറ്റ് കണ്ടീഷൻ, ആഡ് എക്സിറ്റ് കണ്ടീഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്? എക്സിറ്റ് ചെയ്യുന്ന ഇതേപോലെ തന്നെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഒരു സെൽ സിഗ്നൽ ഹൈക്കനാഷി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ, ഇപ്പോൾ ഇതാണ് സെൽ സിഗ്നൽ എങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആ ലോ ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിൽ താഴെ, പക്ഷേ ഈ കണ്ടീഷന് വന്നിട്ടില്ല, നെക്സ്റ്റ് ഡേ വന്നു, പക്ഷേ ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ലോ, ഇപ്പോൾ ഇവിടെ ഒരു സെൽ സിഗ്നൽ വന്നു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയാൽ, ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയാൽ മാത്രം നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. കാരണം ക്ലിയർ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് അതേപോലെ നമ്മൾക്ക് ക്യാൻഡിലിൽ സ്പോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം സെൽ സിഗ്നൽ, പ്രീവിയസ് ഡേയുടെ സെൽ സിഗ്നൽ വരണം, അതായത് സെൽ ബെയറിഷ് ക്യാൻഡിൽ നമുക്ക് സ്ട്രൈക്കിൽ റീഡ് ചെയ്തെടുക്കണം. അപ്പോൾ സെയിം കണ്ടീഷൻസ് തന്നെ നമ്മൾ ബൈക്ക് കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എക്സിറ്റിൽ കൊടുക്കുക. പ്രീവിയസ് എൻ ക്യാൻഡിൽ അതിൻ്റെ ഓപ്പൺ, ഓക്കെ, ഓപ്പൺ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു, അതേപോലെ തന്നെ ഈക്വൽ ടു, ഇവിടെ ലോ ആണ് ബട്ട് ഇവിടെ ഹൈ ആണ്, കാരണം ഇത് സെല്ലാണ്. മറ്റേ ബുള്ളിഷ് ആകുമ്പോൾ താഴെ ലോയിൽ ഓപ്പൺ ആയി ഹൈയിൽ ക്ലോസ് ചെയ്യുവാണ്. ഇവിടെ ഓപ്പൺ ഷുഡ് ബി, ഇവിടെ ഹൈ തന്നെ ബൈ ഡിഫോൾട്ട് സെലക്ട് ആയി, അപ്പോൾ ഹൈ -1 ഡേ, ഓക്കെ, ഇവിടെ ലോ ആയിരുന്നു. അപ്പോൾ എക്സിറ്റ് കണ്ടീഷനിൽ അത് ഒരു കണ്ടീഷനോടെ നമുക്ക് ആ ബെയറിഷ് സിഗ്നൽ ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ, കാരണം അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്ന ഓപ്പണിന് താഴെ ഒന്ന് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ്. ഇപ്പം ഇതൊരു ബെയറിഷ് സിഗ്നലാണ്, ഒരു സെൽ സൈഡാണ്, ഇവിടെ ഓപ്പൺ ആണ് ഹൈ,
അത് ക്ലോസ് ചെയ്തേക്കുന്നത് ഓപ്പണിന് താഴെയാണ്. ഓക്കെ, അപ്പം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ്, ക്ലോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അത് മാറ്റി ആ ഫീൽഡ് ക്ലോസ് സെലക്ട് ചെയ്യുക. ഈ ഫീൽഡുകളൊന്നും മാറിപ്പോരുത്, ഇമ്പോർട്ടൻ്റ് ആണ് വളരെ. -1 ലോവർ ദാൻ. ഓക്കെ, ദെൻ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ, സോറി ലോ അല്ല, ഓപ്പൺ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് പ്രീവിയസ് ക്ലോസ് ലോവർ ദാൻ ഓപ്പൺ ഡേ. അപ്പം ക്ലോസിനേക്കാളും ലോവർ, ഓപ്പണിനേക്കാളും ലോവറിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലിയർ നെഗറ്റീവ് ക്യാൻഡിലായി, നമുക്കിവിടെ സെൽ സിഗ്നൽ കിട്ടി. അപ്പോൾ ഇനി എക്സിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നെക്സ്റ്റ് ഡേ. അതായത് നമ്മൾ മൺഡേയിലാണെങ്കിൽ ഒരു വെനസ്ഡേ ദിവസമാണ് ആ സിഗ്നൽ വരുന്നെങ്കിൽ അതിന് നെക്സ്റ്റ് ഡേ തേഴ്സ്ഡേയിൽ അതിൻ്റെ ഒരു 5 മിനിറ്റ്സ് ചാർട്ട് നമ്മളിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. 5 മിനിറ്റ്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ ആ ക്യാൻഡിൽ ഡ്യൂറേഷൻ കൊടുത്തേക്കുന്നുണ്ട്. അത് ആ 5 മിനിറ്റ്സ് ക്യാൻഡിൽ അതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ കൊടുക്കുക, ക്ലോസ്. ബൈ സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ക്രോസസ് ബിലോ. ഓക്കെ, പ്രീവിയസ് ഡേയുടെ ക്യാൻഡിലിൻ്റെ ലോ, പ്രീവിയസ് ഡേ ക്യാൻഡിലിൻ്റെ ലോയുടെ താഴെ, അത് ലോ സെലക്ട് ചെയ്യുക, ഓഫ്സെറ്റ് 1, അതായത് ക്രോസസ് ബിലോ പ്രീവിയസ് 1 ലോ. ഇവിടെ ബൈ എൻട്രി എടുക്കുന്നത് ഹൈയുടെ മുകളിൽ ക്രോസ് ചെയ്യുമ്പോഴാണ്, സെല്ല് എടുക്കുന്നത് ക്രോസസ് ബിലോ പ്രീവിയസ് -1 ലോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻട്രി കണ്ടീഷൻസും എക്സിറ്റ് കണ്ടീഷൻസും. ഇത് വളരെ ശ്രദ്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുക, കാരണം ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും മാറിപ്പോകരുത്. ഈ ഓപ്പൺ, ഹൈ, ഡേ, 5 മിനിറ്റ്സ് അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി എക്സിറ്റ് ഒക്കെ ഫുള്ള് മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻട്രി കിട്ടില്ല. ഞാൻ എൻട്രി എടുത്ത സ്റ്റോക്കുകളിൽ കറക്റ്റ് നല്ല രീതിയിൽ അത് റിവേഴ്സൽ വരുമ്പോൾ എക്സിറ്റ് ചെയ്യില്ല. ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. ഈസിയാണ്, ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ, ഞാനിതിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ ഓൾറെഡി എൻട്രി എക്സിറ്റ് കണ്ടീഷനും ഉണ്ട് സ്പെസിഫൈഡ്. ബട്ട് സ്റ്റിൽ ഈ സ്റ്റോപ്പ് ലോസിൻ്റെയും ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓഫ് കോഴ്സ് ഈ ഫീൽഡ് മാൻഡറ്ററി ആണ്, ഇത് ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം സ്റ്റോപ്പ് ലോസ്, ഇത് ഈ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഡേയുടെ ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ സെൽ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ, അത് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു സ്റ്റോക്കിൽ നമ്മളൊരു പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്യുവാണ്, ഒരു 5% ഒക്കെ പ്രോഫിറ്റിൽ നിൽക്കുന്ന പൊസിഷൻ, ആ ഒരു സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു, നാളെ മാർക്കറ്റ് പ്രൈസ് ഇടിഞ്ഞു. അപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട്, ഒരു സിംഗിൾ ട്രേഡിംഗ് ഡേയിൽ ഒരു 20% സ്റ്റോക്ക് താഴെ വീണ്, ലോവർ സർക്യൂട്ടൊക്കെ അടിച്ചിട്ട് ഒരു 20-25% താഴെ വന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രീക്ക് സ്ട്രാറ്റജി പ്രകാരം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഈ 25% താഴെ വീണതിൻ്റെ അതിൻ്റെയും താഴെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ എക്സിറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ലോസ് വരും അല്ലേ. അപ്പം ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ആ ഒരു എക്സിറ്റ് കണ്ടീഷൻ വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു സെക്കൻഡ് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ബി പോലെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 5%, ഇൻട്രാഡേ ഒക്കെ ആണെങ്കിൽ ചെറിയ പെർസെൻറ്റേജ്, സ്വിങ്ങിനാകുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള 5%, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്ന 10% ഒക്കെ കീപ്പ് ചെയ്യാറുണ്ട്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ക്യാപിറ്റൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പോൾ സെയിം ഡേയിൽ തന്നെ എത്രയും വലിയൊരു റിവേഴ്സൽ വന്നാൽ മാക്സിമം നമ്മുടെ റിസ്ക് എന്ന് പറയുന്ന 5% ആയിരിക്കും ലോസ്. ഓക്കെ, ദെൻ ടാർഗറ്റ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി എക്സിറ്റ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡല്ല. ഇവിടെ 99 എന്ന് കൊടുക്കുക. ഞാനൊരു പ്രാക്ടിക്കലി അൺലിമിറ്റഡ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് 99 കൊടുത്തേക്കുവാണ്, കാരണം ഒരു എക്സിറ്റ് കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഒരു റിവേഴ്സൽ വരുമ്പോൾ എന്തായാലും എക്സിറ്റ് ഇത് റിവേഴ്സ് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. വളരെ കെയർഫുള്ളായിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം എൻ്റർ ചെയ്യുക. ദെൻ അഡ്വാൻസ്ഡിൽ പോവുക. ഇത് ബാക്ക് ടെസ്റ്റ് ഡേറ്റ് ആണ്, അതിന് റെലവൻസ് ഇല്ല. സ്റ്റാർട്ട് ടൈം, സ്റ്റോപ്പ് ടൈം അതിലും റെലവൻസ് ഇല്ല, കാരണം ഇത് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡിങ്സിലുള്ളതാണ്. ഇത് നമ്മൾ ഡെലിവറി എടുക്കുന്ന സ്റ്റോക്കുകളാണ്, സ്വിംഗ് ട്രേഡ്സ് ആണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റുക, ഹൈക്കനാഷി കൊടുക്കുക, കാരണം ഇത് ഫുൾ സ്ട്രാറ്റജി ഹൈക്കനാഷിയെ ബേസ് ചെയ്തിട്ടാണ് ഈ എൻട്രി എടുക്കുന്നതും ഈ സ്വിംഗ് എക്സിറ്റ് ചെയ്യുന്നതും എല്ലാം. അതേപോലെ തന്നെ MIS ആണെങ്കിൽ അത് മാറ്റി CNC ഓർ നോർമൽ കൊടുക്കുക. നോർമലാണ് സീറോദ സ്ട്രീക്കിൽ ഡെലിവറി എടുക്കുന്ന എൻ്റെ ഇത്. അപ്പം CNC കൊടുക്കുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൈക്കനാഷി CNC കൊടുക്കുക. സ്ട്രാറ്റജിക്ക് ഒരു നെയിം കൊടുക്കുക, സ്വിംഗ് സ്ട്രാറ്റജി എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ സ്ട്രാറ്റജി.
നമുക്കിനിയിപ്പം ഈ സ്റ്റോക്കുകൾ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇന്ന് സ്കാൻ ചെയ്തെടുത്ത സ്റ്റോക്കാണ്, അപ്പോൾ നാളെയാണ് സ്വാഭാവികമായിട്ടും ഡിപ്ലോയ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് ടെസ്റ്റിൽ സ്റ്റിൽ പഴയ, അതായത് ഈ സ്റ്റോക്കിൻ്റെ തന്നെ ഈ റീസെൻ്റ്ലി ഉള്ള കുറച്ച് പീരീഡ് നമുക്കൊന്ന് നോക്കാം. കാരണം ഇതേ രീതിയിൽ സ്വിങ് എൻട്രീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ സ്ട്രാറ്റജി എങ്ങനെയാണ് റിട്ടേൺസ് തരുന്നതെന്ന് നോക്കാം. സോ സേവ് ആൻഡ് ബാക്ക് ടെസ്റ്റ്. സോ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് വന്നേക്കുന്നത് പറയുന്നത് ജൂൺ തൊട്ട് സെപ്റ്റംബർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 മന്ത്സിൻ്റെ റിസൾട്ടാണ് വന്നേക്കുന്നത്. 3 മന്ത്സ് പീരീഡാണ് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്തേക്കുന്നത് സ്വിങ്ങിൽ. സി 3 സ്റ്റോക്കുകളാണ്, 3 സ്റ്റോക്കിൻ്റെ സ്വിങ് റിട്ടേൺസ് ആണ്. അതിൽ എക്സിറ്റ് ആയ സ്റ്റോക്കുകൾ ശരിക്കും ഈ 3 മന്ത്സ് പീരീഡിൽ എൻട്രി ചെയ്ത് ഹെക്സാവെയർ മാത്രമാണ് എക്സിറ്റ് ആയേക്കുന്നത്. ബാക്കി സെൻസാർ 2 ടെക്നോളജീസ് പ്രിൻസ് പൈപ്സ് ക്ലിയർ അപ് ട്രെൻഡിലാണ്. ഇപ്പോൾ ഓൾറെഡി 71% റിട്ടേൺസ്. 71% എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രോക്കറേജ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്, പൊസിഷൻ എക്സിറ്റ് ആയിട്ടില്ല. എനിവേ 51,500 ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ 51,000 ആണ്. നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പോയാൽ 10th ഓഗസ്റ്റിൽ ഏകദേശം 142 ലെവലിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. സോ പ്രിൻസ് പൈപ്സിൻ്റെ ചാർട്ടിൽ സെയിം ഹൈക്കനാഷി 1 ഡേ നമുക്ക് 3 മന്ത്സ് പീരീഡിൽ 10th ഓഗസ്റ്റിൽ ഓക്കെ 10th ഓഗസ്റ്റിലാണ് എൻട്രി കിട്ടിയേക്കുന്നത്. അപ്പോൾ 10th ഓഗസ്റ്റിൽ കിട്ടാൻ കാരണം ഇതിപ്പോൾ 7th 8th മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ 7th ആണ്. 8th മേ ബി ഒരു മാർക്കറ്റ് ഹോളിഡേ ആകാം. 8th ഓഗസ്റ്റ് എന്താണെന്നറിയില്ല. ഓക്കെ 7th ഇപ്പോൾ പ്രീവിയസ് ഡേയുടെ സ്കാനിങ്ങിൽ ഈ ഒരു ഹൈ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് തന്നു. അപ്പോൾ ഈ ഒരു ഹൈ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻട്രി 141.8 ക്രോസ് ചെയ്ത് അതിന് മുകളിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ എൻട്രി കിട്ടും. അപ്പോൾ 142 ലെവലിൽ എൻട്രി എടുത്തു. കറക്റ്റ് എക്സാക്ട്ലി 142 നമുക്ക് എൻട്രി കിട്ടി. ആ എൻട്രി നമുക്ക് ഹോൾഡ് ചെയ്യുവാണ്. ഇവിടെ ഒരു നെഗറ്റീവ് ട്രെൻഡ് വന്നു, ബട്ട് സ്റ്റിൽ അതിന് താഴെ ഒരിക്കലും ക്ലോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലോസ്. ഇത് ഇങ്ങനെ അപ് ട്രെൻഡിൽ പോവുകയാണ്. ഈ സ്റ്റോക്ക് അപ് ട്രെൻഡ് ഇതേപോലെ ക്യാച്ച് ചെയ്യുവാണ്. ക്യാച്ച് ചെയ്തിട്ട് ഇനി എപ്പോഴാണ് ഈ പ്രിൻസ് പൈപ്പിൽ ഇന്നൊക്കെ വളരെ ബുള്ളിഷ് മൂവാണ്, വളരെ വലിയൊരു റിസൾട്ടാണ്. കാരണം ഓൾറെഡി 71%ലാണ് നിൽക്കുന്നത്. ഇനി ഇതിൽ എക്സിറ്റ് ആവുന്ന എപ്പോഴാണ്? ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് സെൽ സൈഡ്, ഇപ്പോൾ ഇവിടെ ഒരു സെൽ സൈഡ് ക്യാൻഡിൽ വന്നായിരുന്നു, ബട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തായിരുന്നെങ്കിൽ ഒരു 194 ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തേനെ. ബട്ട് അങ്ങനെ ക്ലോസ് ചെയ്തില്ല. അതുകൊണ്ട് ആ പോയിന്റ് ഇങ്ങനെ. നമ്മളിതൊരു മാനുവലി ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ, ഒരാളെ സ്വിംഗ് ട്രേഡിൽ എടുക്കുവാണെങ്കിൽ ഇതിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഹൈക്കനാഷി ആയിരിക്കില്ല, നോർമൽ ക്യാൻഡിൽസ്റ്റിക് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നോയ്സുകളുണ്ട്. 142 എൻട്രി എടുക്കുന്ന ഒരാൾ ഒരു 150 ആകുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ 160 ലെവലിൽ എക്സിറ്റ് ആവും. അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഒരു ചെറിയൊരു ഡോജി, ഒരു ചെറിയ റിവേഴ്സൽ വരുമ്പോൾ തന്നെ 5-10 പോയിന്റ് കുറയുമ്പോൾ തന്നെ പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്ത് മാറും. അപ്പോൾ ആ അത്രയും വലിയൊരു റാലിയാണ് മിസ് ഔട്ട് ആവുന്നത്. വളരെ കുറച്ച് സ്വിംഗ് എൻട്രീസ് എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടൊന്നുമില്ല. ഈ 3 സ്റ്റോക്കുകൾ നമ്മൾ സ്കാൻ ചെയ്തെടുത്തതിൽ തന്നെ ഒരെണ്ണം ഹെക്സാവെയറിനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് 14% റിട്ടേൺസ് ആണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 14th ജൂലൈയിൽ ഒരു എൻട്രി കിട്ടി, 7th സെപ്റ്റംബറിലാണ് അത് സെല്ല് ചെയ്യുന്നത്. അത്രയും. അപ്പോൾ ഈ സ്ട്രാറ്റജി ഇങ്ങനെയാണ് ശരിക്കും സ്വിംഗ് എൻട്രീസ് എടുക്കുന്നത്. അത് either സ്ട്രീക്ക് പോലുള്ള പ്ലാറ്റ്ഫോം, ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണില്ല, അല്ലെങ്കിൽ പോലും നമ്മൾ മാനുവലി എടുക്കുവാണെങ്കിലും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോയിന്റ്സും ആ ക്രൈറ്റീരിയാസ് എല്ലാം കൺസിഡർ ചെയ്യുക. ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുക, അത് ഹോൾഡ് ചെയ്യുക. അപ് ട്രെൻഡിലിരിക്കുന്ന സ്റ്റോക്കിൽ എൻട്രി എടുക്കുക, അത് ഹോൾഡ് ചെയ്യുക. അത് റിവേഴ്സൽ വരുമ്പം ക്ലിയർ ആയിട്ട് അതൊരു സെൽ ഇൻഡിക്കേഷൻ തരുമ്പം 100% അത് സെൽ സൈഡ് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുമ്പം മാത്രം ആ സ്റ്റോക്ക് സെല്ല് ചെയ്യുക, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് സ്കാൻ ചെയ്യുക മാർക്കറ്റിൽ. നെക്സ്റ്റ് അപ് ട്രെൻഡ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്വിംഗ് എൻട്രീസ് ഇൻഡിക്കേഷൻ തരുന്ന സ്റ്റോക്കുകൾ, ബൈ ഇൻഡിക്കേഷൻ തരുന്ന സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക, അതിൽ വീണ്ടും എൻട്രി ചെയ്യുക. അങ്ങനെ
ആ ഒരു മൊമെൻറ്റത്തിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അപ് ട്രെൻഡ് പോകുന്ന ആ മൊമെൻറ്റത്തിനനുസരിച്ച് നമ്മൾ ക്യാച്ച് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോവുക. ഇതിനിടയ്ക്ക് മാർക്കറ്റിൽ റിവേഴ്സൽ വരും. നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം സ്റ്റോക്ക് റിവേഴ്സ് ആവും. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ആ സ്റ്റോക്ക് തിരിച്ചു കയറും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഇരിക്കാതെ ക്ലിയർ ആയിട്ട് ഒരു വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ 5% ആയിക്കോട്ടെ 10% ആയിക്കോട്ടെ, നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഇട്ട് ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, ആ ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും സ്കാൻ ചെയ്യുക, ഓപ്പർച്യൂണിറ്റി കാണുക, പ്രോഫിറ്റ്. അതായത് കട്ട് യുവർ ലോസസ്, ഗ്രോ യുവർ പ്രോഫിറ്റ്. ലോസ് വരുമ്പോൾ വളരെ ലിമിറ്റായിട്ട് കട്ട് ചെയ്ത് ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് വരുന്ന പൊസിഷൻ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് പേടിച്ചത് എക്സിറ്റ് ചെയ്യാതെ, ഇമോഷൻസ് പറ്റില്ലെങ്കിൽ ഇതേപോലെ ആൽഗോ ട്രേഡിങ് ഫോളോ ചെയ്തിട്ട് വളരെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ലോങ് ടേം നല്ല സ്വിംഗ് ട്രേഡ്സ് എടുത്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ലോങ് ടേം നല്ല റിസൾട്ടും നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോളോ ചെയ്തെങ്കിൽ, ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ലോങ് ടേം മാർക്കറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മാർക്കറ്റ് നമ്മളെയും റെസ്പെക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഒരു സിമ്പിൾ സ്ട്രാറ്റജി. അപ്പോൾ എല്ലാ ലെവൽസും എല്ലാ പ്രൈസും എല്ലാ സ്റ്റോക്കുകളും മുകളിലോട്ട് തന്നെ പോകേണ്ട സ്റ്റോക്കുകളാണ്. ആ മുകളിലോട്ട് ആ സ്റ്റോക്ക് പോകുമ്പം അതിൽ കൂടെ ജോയിൻ ചെയ്യുക. ആ മുകളിലോട്ട് പോകുന്ന മൊമെൻറ്റം ശരിക്കും എൻജോയ് ചെയ്യുക. നല്ല രീതിയിൽ സ്വിങ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ ചെയ്യുക. സ്റ്റോക്കുകൾ മുകളിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇത് ജസ്റ്റ് 500 ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ കൊടുത്തത്. അത്രയും ക്വാണ്ടിറ്റി ഇപ്പോൾ 100 ക്വാണ്ടിറ്റീസിൽ എൻട്രി എടുക്കാം. ഇപ്പോൾ പ്രിൻസ് പൈപ്പ് എന്ന് പറയുന്നത് 71% റിട്ടേൺസ് തന്ന ആ സ്റ്റോക്ക് ഇപ്പോഴും അപ് ട്രെൻഡിൽ തന്നെയാണ്. ആ സ്റ്റോക്ക് ആ ലെവല് ശരിക്കും നമ്മുടെ ഈ സ്ട്രാറ്റജി പ്രകാരം നമുക്കൊരു സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല, സെല് ചെയ്യേണ്ട സമയമായിട്ടില്ല. അപ്പം ഈ 100 ക്വാണ്ടിറ്റീസിലാണ് എൻട്രി ചെയ്തെങ്കിൽ ഈ പീരീഡിൽ ഓരോ തവണയും 10% റിട്ടേൺസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് പിരമിഡ് ചെയ്യാം. ലോസ് പോകുന്ന സ്റ്റോക്കിൽ കൂടുതൽ സ്റ്റോക്കുകൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ആവറേജ് ചെയ്യുന്നതിന് പകരം 10% പ്രോഫിറ്റിലേക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് പിരമിഡ് ചെയ്യാം. 20% ആകുമ്പോൾ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി എൻട്രി ചെയ്യുക. അങ്ങനെ ഈ സ്റ്റോക്കുകൾ കൂടുതൽ അക്യൂമുലേറ്റ് ചെയ്യുക. അപ് ട്രെൻഡിൽ തന്നെ സ്റ്റോക്കുകൾ അക്യൂമുലേറ്റ് ചെയ്യുക. ആ പ്രോഫിറ്റിനനുസരിച്ച് നമ്മുടെ ആ പ്രോഫിറ്റ് മാർജിൻ ഇങ്ങനെ കൂടും. അങ്ങനെയാണ് ഇതിൽ നിന്നൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിനെ അതിൻ്റെതായ രീതിയിൽ റെസ്പെക്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും സ്വിങ് ട്രേഡിങ്ങിനെ പറ്റി കുറച്ചൊക്കെ ഐഡിയ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് സ്ട്രൈക്കിനെ പറ്റി. സോ ഇനിയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ട്രേഡിങ്ങിനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അതിൽ മെയിൽസ് അയക്കാം. ഏത് രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഡിസിപ്ലിൻഡായിട്ട് ട്രേഡിങ് ചെയ്യുക, സ്വിങ് ട്രേഡ് ചെയ്യുക. ഇതൊരു ഈസി ടാസ്ക് ആണ്. നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഈസിയാണ്, അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല. പക്ഷെ അതിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം മാർക്കറ്റ് നമ്മളെ എടുത്ത് പുറത്ത് കളയും. അപ്പം അങ്ങനൊരു സ്ഥിതി ആർക്കും വരാതിരിക്കട്ടെ. നല്ല രീതിയിൽ സേഫായിട്ട് ട്രേഡ് ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മീ.